സൽക്കലാദേവിതൻ ചിത്രഗോപുരങ്ങളെ സർഗസംഗീതമുയർത്തൂ, സർഗസംഗീതമുയർത്തൂ. സൽക്കലാദേവിതൻ ചിത്രഗോപുരങ്ങളെ സർഗസംഗീതമുയർത്തൂ, സർഗസംഗീതമുയർത്തൂ. ഇവിടെ നിന്ന് ആര് കൊണ്ടുപോകാനാണത്? എനിക്ക് വരുന്നവരെ നീ ചോദിച്ചു നോക്കി, പക്ഷെ അവരാരും എടുത്തിട്ടില്ല പറഞ്ഞത്. എന്റെ ജന്മദിനമായിട്ട് അച്ഛൻ വാങ്ങി തന്ന 3 പവന്റെ മാലയാണ്. അത് കളഞ്ഞു പോയത് നിന്റെ ഒരു ഉദാസീനത തന്നെ. ഇങ്ങോട്ട് കടന്നു വരൂ. ആരാ കൂടെ വന്നത്? എന്താ രുദ്രപ്പനും ദാസപ്പനും കൂടി രാവിലെ തന്നെ വരാൻ കാരണം? പറയാൻ നാണക്കേടുള്ളൊരു കാര്യമാണ്. മാഷിനോട് എനിക്ക് പറയാനേ പറ്റൂലല്ലോ. എന്താണെന്നൊന്ന് പറയില്ലേ? ഇവൻ ഇവിടുന്ന് ഒരു മാല മോഷ്ടിച്ചു മാഷേ. മാല മോഷ്ടിച്ചു? എത്ര അടി കൊടുത്തതിന് ശേഷം ഇവൻ പറഞ്ഞല്ലോ ഇവിടുന്ന് കട്ടതാണെന്ന്. അന്ന് കൊടുക്കണ എന്റെ കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ. സുശീലയുടെ മാലയാണല്ലോ. എത്ര തല്ലുകൊണ്ടാലും ഈ കളവിന് ഉപേക്ഷിക്കില്ല. നീ എന്തിനാണ് ഇത് മോഷ്ടിച്ചത്? നിനക്ക് വല്ല ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? മാഷിനറിയാലോ, ഞാൻ ഒരുപാട് പേര് വേണ്ടി അടിയും പിടിയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരുത്തന്റെ അരുത് ഒരു മുട്ട് സൂചി പോലും ഞാൻ മോഷിച്ചിട്ടില്ല മാഷെ. അവന്റെ ബുദ്ധിബോധം കൊണ്ട് ചെയ്തു പോയി. ഇവൻ ഇനി എന്ത് ചെയ്യാനാ? ഈ പ്രായത്തിലേക്ക് വല്ല ഗുരുടമാണക്കാരി നോക്കാൻ പറ്റും? ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. ഇവിടെ ചന്തയിൽ പോകാനും എന്റെ വീട്ടു ജോലിക്കൊക്കെ ആയിട്ട് ഒരാളുടെ ആവശ്യമുണ്ട്. ഞാൻ അവനെ ശരിയാക്കി എടുത്തോളാം. അതിനിടയ്ക്ക് പറ്റിയാൽ നമ്മുടെ കമ്പനിയിൽ ഞാൻ കേട്ടിട്ടോളാം. സ്വഭാവം അത് നീ പേടിക്കണ്ട. ഉണ്ടുന്നവരോടൊക്കെ വഴിപാടുമായിട്ട് നടന്ന നിന്നെ ഞാൻ കൈകാര്യത്തില്ലേ? അതിന് വല്ലതൊന്നുമില്ല ഇവൻ. നിനക്ക് എന്റെ കൂടെ നിൽക്കാം. മാഷ് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് നോക്കണം. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ മാഷെ. ചായ കുടിച്ചിട്ട് പോവാം. ഇല്ല മാഷെ, ഞാൻ അവിടെ കഴിച്ചതാ. കേട്ടല്ലോ, ഇന്ന് കളവായിട്ട് നടന്നാ. സുശീലേ, മോളിങ്ങ് വന്നേ. മോഷണം വളരെ മോശമായ കാര്യമാണ്. ആരുടെയും ഒന്നും മോഷ്ടിക്കാനും പാടില്ല. മാത്രമല്ല കളവ് പറയാനും പാടില്ല. നീ രാവിലെ വരെ കഴിച്ചോ? വയറ് കണ്ടാ തോന്നുന്നില്ലല്ലോ. നിനക്കൊരു സർപ്രൈസ് കഴിഞ്ഞിട്ട് കണ്ണടച്ചിട്ട് കണ്ണു തോന്നുന്നു. അതൊന്നും ഇപ്പൊ ചോദിക്കണ്ട. നീ അവനെ രാവിലെ ഭക്ഷണം ഇവനെ കുറച്ച് ദിവസം കൂടെ വെക്കുക. എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടണം. വീട്ടു ജോലിയൊക്കെ എടുത്തോളൂല്ലോ. ഇവന്റെ അത് സ്വഭാവം നന്നാക്കി എടുക്കണം. ശരി. അച്ഛൻ തോട്ടത്തിലേക്ക് പോകും. അവന്റെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ തോട്ടത്തിലേക്ക്
പാടിയാൽ എന്ത് വരും? എന്ത് വേണമെങ്കിലും മനസ്സിൽ ഇതാ പുസ്തകം. ഒന്ന് പാട്ട് സാധാരണ. ശരി. അന്ന് തോട്ടത്തിലേക്ക് ചെയ്തേ ഇവരെ ഇന്ന് ജോലിക്ക് നിർത്തിയിരിക്കുക. ഓ എന്താടാ കഞ്ഞി കുടിക്കാൻ എപ്പോഴാണ് പറഞ്ഞത്? കഞ്ഞിയുടെ കാര്യം ചോദിച്ചത്. എനിക്ക് നല്ല കഞ്ഞൊന്നുമില്ല. സാരമില്ല, നീ ചെല്ലേ തോട്ടത്തിലേക്ക്. കഞ്ഞിയിലാണ് കണ്ടപ്പോ ഒട്ടും തൃപ്തിയില്ലാലും അവനൊരു വയറന പേര് വയറൻ. ആ പോക്ക് കണ്ടു. അവൻ പോട്ടെ, ആ പാട്ട് നാടും. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ നിന്നു ഞാൻ ചെന്നു പൂമുട്ടിച്ചു. കണ്ണൊഴിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിന്റെ വീടിൽ കണ്ടു ഞാനൊരു താമരക്കാട്. അല്ലിയാമൽ കടലിലന്നരേക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ. വളരെ മനോഹരമായിരിക്കുന്നു. എന്ത് പാട്ടോ? അത് ഞാനിപ്പോ നിന്റെ തലയിൽ ചൂടിയ പോകും. രണ്ടും പാട്ട് കേൾക്കാൻ നല്ല ഇമ്പമുണ്ട്, പൂവിന് കാണാൻ ഭംഗിയുണ്ട്. എന്നും ഇങ്ങനെ പാട്ടും വർത്തമാനം മാത്രമായി കഴിഞ്ഞാൽ മതി. നമ്മുടെ വിവാദത്തെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണ് സുശീലയുടെ തീരുമാനം? ഞാൻ സഹദേവന് മാത്രം വിവാഹം കഴിക്കുള്ളൂ. അതുകൊണ്ട് കാര്യമായിരുന്നു. എത്ര നാളും മനസ്സിലാവും ഈ കാത്തിരിക്കും. തീർച്ചയായും പോയി അച്ഛനോട് ചോദിക്കും. ഞാനോ? പിന്നെ ഞാനോ? ഞാനിതെങ്ങനെ പറയും? ഞാനിങ്ങനെ പറയൂ. ഈ കാര്യം ഭാഷയോട് അവതരിപ്പിക്കാൻ എനിക്ക് പേടിയാണ്. അച്ഛൻ പേടിക്കുന്നുണ്ടാ, അച്ഛൻ പിടിച്ച് തിന്നൊന്നുമില്ല. ഭാഷ ഒരു നരകോദ്യല്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്താണ് അറിയാൻ പാടില്ലാത്തത്? ഞാൻ നല്ലൊരു സ്നേഹത്തിലാണെന്ന് അറിയുമ്പോൾ ഭാഷയുടെ പ്രതികരണം വരികയാണെങ്കിൽ എനിക്ക് ഒരു പിടുത്തവും ഇടും. അത് അനുകൂലമാവാനേ സാധ്യത. എങ്ങനെ ഉറപ്പ് വിചാരിക്കും? സഹദേവനെ അച്ഛന് വളരെ ഇഷ്ടമാണ്. എപ്പോഴും സഹദേവന് നല്ലത് മാത്രമേ അച്ഛൻ പറയാറുള്ളൂ. എന്ന് കരുതി നമ്മുടെ വിവാഹത്തിനെതിരായി പോകുന്നു എപ്പോഴുണ്ടാവില്ല, അത് തീർച്ച. യാതൊരു കാരണം പറ്റിയ അച്ഛൻ വരുന്നു. ആ നോവൽ കൊണ്ടുവന്നിരുന്നു. നോവൽ എന്താണ് ഇവിടെ പറയുന്നത്? അച്ഛാ, ഞാൻ സഹദേവനോട് വേഴ്സ്വർത്തിന്റെ നോവൽ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. വേഷത്തൊരു കവിയല്ലേ പോലെ? അല്ല, എഴുത്തിന്റെ. എന്തെല്ലാം വിട്ടിത്തരങ്ങളാണ് പറയുന്നത്? ഭാഷ ബാറ്റിംഗ് ബോക്സിന്റെ ഒരു നോവലാണ് കൊണ്ടുപോകാൻ. അതെ അതെ, ഞാനതും മറന്നു. നാളെ കൊണ്ടു. ഇനി മറക്കരുത് കേട്ടോ. ഇല്ല. അവർക്ക് പുസ്തകമായാലും വലിയ കമ്പമാണ്. സഹദേവനെ കുറച്ച് നാളുകളായിട്ട് കൊണ്ട് കണ്ടില്ലല്ലോ. എന്താ കാര്യം? എനിക്ക് തീരെ സമയം കിട്ടിയില്ല. അതൊന്നും പോരാ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോയൊക്കെ ഇരിക്കണം. ശരി മതി. ഇതൊക്കെ ഇത്ര ധൃതി എന്താ പോലെ? എനിക്ക് ആ പ്രിയാക്കേക്ക് ഒരു കുട്ടി കുറച്ച് അത്യാവശ്യം കാര്യമാണ്. അതുകൊണ്ടാ തുളസിയിലേക്ക് ഒരു പുസ്തകം കൊടുക്കാൻ വേണ്ടി കൊടുക്കാറില്ല. എന്നാ ഞാൻ അറിയട്ടെ. നോവലായിരിക്കും. അല്ല, കവിതാ സമാഹാരം. നമ്മള് കവിത വായിക്കാനും തുടങ്ങി. മാഷേ, ആ കോഴിയോട് മാറ്റി തമ്മിൽ ഒരു കോൺഫിക്കേഷൻ. ആ കോൺഫിക്കേഷൻ എന്തൊരു സംഭാഷണേ. പ്രത്യേകിച്ച് ഒന്നുമില്ല. മത്തായി എന്തെങ്കിലും വന്നാൽ സാറ് സാറോ? ഏത് സാറ്? സാറിന്റെ മരിച്ചുപോയ മൂത്ത മോളില്ലേ, ആ മൂത്ത മോളുടെ കെട്ടിയോൻ എസ്.ഐ. രാമഭദ്രൻ സാർ. അവനൊന്നും ഇവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു. അത് ശരി. അപ്പൊ സാറിനൊന്നും അറിയണില്ല. ഞാൻ അറിഞ്ഞില്ല. എന്റെ മാഷെ, സാറിന് നമ്മുടെ സ്റ്റേഷനിലേക്ക് ട്രാൻസ്പോർട്ടായി. ട്രാൻസ്പോർട്ട്
ട്രാൻസ്ഫർ ആയിരിക്കും. മലയാളത്തിൽ പറഞ്ഞ സ്ഥലം മാറ്റം. ഞാനത് അറിഞ്ഞില്ലല്ലോ. ഞാൻ വിചാരിച്ചു മാഷ് തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്റെ മാഷ് പുതിയ എത്ര വരുന്നത് കേട്ടു. ഞാൻ അന്വേഷിച്ചപ്പോഴല്ലേ കാര്യങ്ങളെല്ലാം പിടിക്കണേ നമ്മുടെ സ്വന്തമാണ്. ഓ എന്തായാലും ഇവിടെ വന്നു മാഷിന്റെ അനുഗ്രഹം വാങ്ങാൻ സ്റ്റേഷനിൽ ഒന്ന് ചാർജ് എടുത്തിട്ടാണ് ഈ മത്തായിട്ട് എന്തായാലും മാഷിന്റെ ഫാദറിന്റെ ആണല്ലോ. ഫാദറിന്റെ അറിയില്ലേ, മലയാളത്തിൽ പറഞ്ഞാലേ അമ്മായപ്പൻ. ഞാൻ തന്നെ കൊടുക്കുക എന്ത് നല്ല അഭിപ്രായം പറയുന്നത്. എന്തായാലും താഴെ വരുമ്പോ കുട്ടിയൊന്നും മുഖം കാണിച്ചേക്കാ ചെല്ലി കേൾക്കാം. കള്ളച്ചാരായം നടത്തിയിട്ട് ആദ്യം ചിന്തിക്കുന്നത് ഇതെന്റെ ഭാഷ അങ്ങനെയൊന്നും പറയട്ടെ. അതൊക്കെ ഒരു പണിയില്ലാതിരുന്ന കാലത്ത് ചെയ്തു പോയത് എന്റെ ഭാഷ. ഈ കുപ്പായിട്ട് കയറിയത് മത്തായി പിന്നെ അത്ര പണിയൊന്നും ചെയ്തു. ഈ ഉടുപ്പിട്ടതിന് ശേഷം കള്ളച്ചാരായം മാറ്റുന്നവരുടെ പണം പിരിച്ചത് ജീവിച്ചിരുന്നില്ല. എന്റെ ഭാഷ ഇടക്കാലത്ത് വെച്ച് അറിഞ്ഞു. എന്താ കാരണം ഈ കണ്ണമാറ്റിയാക്കി ഞങ്ങളെ പോലുള്ള പോലീസുകാരൊക്കെ എന്നെ പൊലി വീഴ്ചല്ലേ. ഓഹോ എന്താ കാരണം എല്ലാം എക്സൈസാണ് ഏറ്റിട്ടില്ലേ. അതുകൊണ്ട് ഇപ്പൊ എന്ത് സംഭവിച്ചത് സർവത്ര കാര്യം ഇപ്പൊ ചാടാൻ ഇഷ്ടം പോലെയാ. മാഷിന് വന്നതാണ് കേട്ടോ. ഇടയ്ക്ക് ഓരോന്ന് കഴിക്കണം. എന്റെ മാഷ് ഇപ്പൊ ലൈസൻസ് ഇല്ലാതെ സർവത്ര വെട്ടിക്കടകളിൽ പോയി പട്ടച്ചാരായം സുലഭമായിട്ട് ഒരു എക്സൈസുകാരൻ പോലും അങ്ങനെ തിന്നോളല്ല. എന്താ കാരണം? മാസം മാസേ അവർക്കുള്ള വക കൃത്യമായിട്ട് അങ്ങ് തരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഞങ്ങളെ പോലുള്ള ഈ പാവ പോലീസുകാർക്ക് ഒരു തുള്ളി കഴിഞ്ഞു ഇപ്പൊ പോക്കറ്റിന് പണം കൊടുക്കണമെന്നായി. പക്ഷേ ഞാൻ മദ്യപാനെല്ലാം നിർത്തി. ഇപ്പൊ വെടിയോ എനിക്ക് തോപ്പിന് ലൈസൻസ് ആയില്ലേ. ഓട്ടിന്റെ ലൈസൻസ് ഒക്കെ എനിക്ക് കൊണ്ടുവരും. അത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഉപ്പാപ്പന്റെ തോക്കുണ്ടായിരുന്നു. അപ്പൊ ഉപ്പാപ്പന്റെ മാറ്റം കൂടി എഴുതി വെക്കാൻ പോണ കാര്യം ഞാൻ കുഞ്ഞായിരുന്നപ്പോ എന്റെ അമ്മാമ്മ പറഞ്ഞു തന്നെ എന്നെ ഉറപ്പിക്കുന്നത്. പക്ഷെ മാഷെ എന്റെ തോട്ട് കൊണ്ട് ഞാൻ ദിവസവും നടന്നു അന്നത്തേക്കുള്ള ഇറച്ചി ഈ മത്തായി നടക്കും. പക്ഷെ ഒരു കുഴപ്പം ഈ കുതിച്ചൂട്ട് വെടിവെച്ചാലേ നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് കൊള്ളില്ല. അതുകൊണ്ട് ഈ മത്തായി ബുദ്ധിപൂർവ്വം ഒരു തീരുമാനിക്കും. എന്ത് തീരുമാനം? മദ്യപാനം വളരെ നല്ല കാര്യം. പക്ഷേ സാധു വരുമ്പോ എന്നെ കുറിച്ച് നല്ല ഒപ്പീനിയൻസ് ഒക്കെ പറഞ്ഞേക്കണം. അല്ല നല്ല അഭിപ്രായം അതൊക്കെ മലയാളത്തിൽ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്രഹിക്കാനിട്ടല്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് 4ാം ക്ലാസ്സിൽ 4 കൊല്ലം തോറ്റ് പഠിപ്പ് നിർത്തിയവരാണ് പറയുന്നത്. ഇംഗ്ലീഷ് അറിയാം. മാഷക്ക് അതിനെ കുറിച്ച് അത്ര ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഈ 4ാം ക്ലാസ്സില് 4 കൊല്ലം പഠിച്ചിട്ട് ഈ ടീച്ചർമാർ പറഞ്ഞതൊക്കെ ചടപടാന്ന് പഠിച്ചു തീർത്ത പിന്നെ പഠിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഇംഗ്ലീഷ് ഈ മത്തായി അതെ ട്രെയിനിങ് കോളേജിൽ വെച്ച് ഒരു സാരിപ്പ സാഹിത്യത്തിന്റെ ഒരു ഇംഗ്ലീഷ് കടു കട്ടിയ. ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെയൊക്കെ വന്നപ്പോ ഈ മത്തായി എല്ലാം മനസ്സിലാക്കി. എന്താ പഠിച്ചത്? മാഷിക്ക് കേൾക്കണോ? വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ ഈ മത്തായി അപ്പന്റെ പേര് വന്നു കൊടുക്കാൻ തോന്നി. തന്റെ പേരെന്താണെന്നല്ലേ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞു കൊടുത്ത് എന്റെ അപ്പന്റെ പേരാ.
തന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാവാത്ത താൻ ഇംഗ്ലീഷ് പഠിച്ചെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ മനസ്സിലാക്കും. അങ്ങനെയൊന്നുമല്ല, ഞാൻ ഇംഗ്ലീഷ് ശരിക്കും പഠിച്ചതാ. പക്ഷേ എന്റെ എനിക്ക് രണ്ട് വാക്ക് സാഹിത്യേ മാഷക്ക് പഠിച്ചാലോ ഒന്ന് കേൾക്കും മാഷ. ഞാൻ പറയട്ടെ പറയാം. പക്ഷേ ഇപ്പൊ വരും കേട്ടോ. So many people live in India. There are many Mutas and Pakis. There are police and police, officers and Mutas. You can see that. മാഷക്ക് വല്ലതും പിടിയില്ല. എനിക്കൊന്നും പിടിയില്ല. കിട്ടൂല. എങ്ങനെ കിട്ടാനാ? സാഹിത്യത്തിൽ ഞാൻ പറഞ്ഞ മാഷി മലയാളം പക്ഷേ എന്റെ കാര്യം അത് വരുമ്പോ ഒന്ന് പരിഗണിക്കണം. ഞാൻ എന്ത് പറയാനാ തന്നെ കുറിച്ച്? ഇതൊക്കെ ഞാൻ പറഞ്ഞ എന്റെ കാര്യം മത്തായി ബുദ്ധിമാനാണ്, നല്ലവനാവണം, കേസന്വേഷണത്തിനൊക്കെ സമർപ്പനാവുന്നത്. എന്തായാലും അവൻ വരട്ടെ, ഞാൻ പരമാവധി ശ്രമിക്കാം. എന്തായാലും താരൂടെ വന്ന് കാണാൻ ഈ മത്തായി മത്തായിയുടെ ഇംഗ്ലീഷ് വളരെ വിചിത്രമാണ്. എന്തെങ്കിലുമൊക്കെ പറയൂ. ഈ ഇയാളെന്ത് ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ സാറിന്റെ പാടുന്നതിനെ കൊണ്ട് ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ടത് അതിന് ആവശ്യമുള്ളൂ. ആ ചേട്ടന് ഞാൻ അങ്ങോട്ട് നമുക്ക് അവിടെ വെച്ച് വിശദമായി ഞാൻ കേട്ടോ ഇറങ്ങി പോണോണ്ട് എല്ലാവരും ചോദിക്കുന്നു അവര് സുഖമായിരിക്കുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരാറുണ്ട്. ഇന്നലെ രാത്രി വന്നിരുന്നു. ഡോക്ടറെ കാണിച്ചു. ആരും പിന്നെ പറഞ്ഞത് അമ്മയാണെങ്കിൽ ഒരുപാട് പരിപാടികൾ നേരിടുന്നുണ്ട്. പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ ഇങ്ങോട്ട് വരുന്നത്. നിനക്കൊന്ന് ഫോൺ ചെയ്യാൻ
ശരി ഒരുപാട് ആലോചിച്ചു, ഒരുപാട് അവസാനം ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും അത് വളരെ നല്ലത്. ഇങ്ങനെ നോക്കാൻ ഒരാളാവുമല്ലോ. അത് ഉദ്ദേശിക്കുന്നതിനെ വേറെ വിവാഹം തീരുമാനിച്ചത് തന്നെ. അവൾ പോയ ശേഷം വേറെ വിവാഹം ചിന്തിച്ചിട്ട് പോയി. പക്ഷെ കുഞ്ഞിനെ കഴിഞ്ഞിട്ടുള്ളൂ അമ്മാവന്മാർ സ്വർഗത്തിലേക്ക് പോയി. ആ കുഞ്ഞിന് നല്ലൊരു അമ്മയെ പെണ്ണിനെ കണ്ട് ഉറപ്പിച്ചോ? പെണ്ണിന് കണ്ടൊന്നുമില്ല. ഇവിടുത്തെ സുശീല വിവാഹം ചെയ്യാനുള്ള അമ്മ പറയുന്നു. ഞാൻ ആഗ്രഹം അത് തന്നെ അനുഭവം. പക്ഷെ അവർക്ക് ബാബുവിന് വളരെ ഇഷ്ടമാണ്. ആ സുശീല അവിടെ വരികയാണെങ്കിൽ ബാബുവിനെ താഴ്ത്തു വയ്ക്കാതെ ഇപ്പോഴും നടന്നോളൂല്ലോ. സ്വന്തം മക്കളുടെ സ്വന്തം ചേച്ചിയുടെ മോളല്ലേ, ഇഷ്ടമില്ലാതിരിക്കോ? പക്ഷെ അമ്മാവ സുശീലയ്ക്ക് എന്റെ വിവാഹം ചെയ്ത് എന്തെങ്കിലും എതിർപ്പുണ്ടാകുമോ? ഓ അങ്ങനെ ഒന്നും ഇഷ്ടമില്ലാതെ വരില്ല. എന്നാൽ അമ്മാവൻ ചോദിച്ചു, എന്റെ കുട്ടികളല്ലേ? ഞാൻ പറയുന്നത് അപ്പുറം ഒരു തീരുമാനം നമുക്കില്ല. അവിടെ എന്റെ മോളാണ്. എങ്കിൽ യാതൊരു ഇഷ്ടമില്ല. നമുക്ക് വിവാഹം വളരെ പെട്ടെന്ന് നടക്കുന്നത്. ഇവിടെ എടുത്തു കൊടുത്തു പോകണല്ലോ. ഞാനിത് കുറെ നാളുകളുണ്ട് ആലോചിച്ചു. എന്നോ ഇതിനെ രാമഭദ്രനെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പറഞ്ഞാൽ രാമഭദ്രനെ എന്തായിരിക്കും മറുപടി എന്ന് നേരത്തെ മൗനം പഠിച്ചു വെക്കുകയായിരുന്നു. ഇപ്പോൾ അമ്മ സമാധാനമായിരുന്നു. അമ്മാന്റെ ആഗ്രഹം അങ്ങനെ വായ്പന്റെ അനുഗ്രഹം എന്താ പറയുക? ഞാൻ പോയില്ല. അല്ല ഈ ലോൺ കഴിഞ്ഞ് ഫോൺ തന്നെ വരുന്നത് അങ്ങോട്ട് വരും. പക്ഷേ അമ്മ ഒരു ബാഗ് ഒന്ന് അകത്തേക്ക് വെച്ചിരുന്നേ. എന്നോട് ക്ഷമിച്ചു വെക്കാം. അദ്ദേഹത്തിന്റെ ഭാര്യ അവൻ എനിക്ക് സമ്മതമല്ല. എന്തായാലും പറയുന്നത് നന്നാവും. എന്റെ മോളെ നമ്മുടെ നാട്ടിൽ പറഞ്ഞതല്ലേ താരാണ്ടിരിക്കുക. അവൻ നന്നാവില്ല എന്നുള്ള കാര്യം എന്റെ മോളെ ഷുഗറാ. ടീച്ചറിന് അച്ഛൻ സാറിന്റെ കാര്യം സാറിനൊന്നും ചോദിച്ചേ വന്നിട്ടില്ല. സ്റ്റേഷനിൽ പോകാൻ പറയാനുണ്ടോ? അത്യാവശ്യമായിട്ടൊന്നും അല്ല. എന്തായാലും ഒരു പ്രൈവറ്റായിട്ടൊക്കെ കലാ
കാണാൻ വേണ്ടിട്ടാ. എങ്ങനെയാണ്? പ്രൈവറ്റ് ആയിട്ട് മലയാളത്തിൽ പറയാം, സ്വകാര്യത്തിലാണ്. എന്തായാലും സാറൂടെ എനിക്ക് ഉദ്യോഗസ്ഥനൊക്കെയാണല്ല, അതുകൊണ്ട് കയ്യിലേക്ക് അടിച്ച് കൃഷി കഴിഞ്ഞാൽ വേറെ ദോഷമൊന്നും ഉണ്ടാവില്ല. അതിന്റെ ആവശ്യമുണ്ടോ? അതെന്താ? എനിക്ക് മക്കളും മത്താഴ്ച മുമ്പ് മക്കളോ? നോക്കില്ലേ, ഞാനിപ്പോ പറയാം. എനിക്ക് പറ്റിയില്ല, അതന്നെ എന്ത് പറഞ്ഞു കട്ടുകൊണ്ട് പറഞ്ഞാൽ പോരാ. ആ കട്ട എന്റെ ജീവിതം പുസ്തകങ്ങളിലെ അവരൊക്കെ കൊണ്ട് കട്ടത് മത്താഴ്ച അതെന്താ? എന്റെ മോളെ അതിന്റെ കഥയൊന്നും പറഞ്ഞു. എനിക്ക് കിട്ടുന്ന ശമ്പളം ഒരു 15 ദിവസം എന്നാ അത് കഴിക്കാം. വല്ലവരെയും വരട്ടി അന്നത്തെ ചെലവിലുള്ള പൈസ കാണാന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. പണ്ട് അറിഞ്ഞില്ല, ഞാൻ ആ കുറുപ്പിന്റെ വളവിലങ്ങോട്ട് ഇറങ്ങി നിൽക്കും. അവരുടെ ആ കേട്ടത്തിൽ സൈക്കിളുമ്പോ രണ്ടാളെയും വെച്ച് കെട്ടിക്കൊണ്ട് വരും. വളവില് വരുമ്പോ മസാല ചാട്ടം. ആ ചാട്ടത്തില് അവന്റെ പോക്കറ്റിൽ കിടക്കുന്ന 10 രൂപ ഈ മത്തായിയുടെ പോക്കറ്റില്. പക്ഷെ ഇപ്പോഴാണെങ്കിലോ ഈ മത്തായിയുടെ പോക്കറ്റിൽ കിടക്കുന്ന 10 രൂപ എന്നെ മോനെ ഒന്നും പറയില്ല. ഇപ്പോഴേ ഒക്കെ രാഷ്ട്രീയക്കാരല്ലേ, എവിടെ തിരിഞ്ഞു നോക്കിയാലും രാഷ്ട്രീയക്കാരൻ. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പോയില്ല. ഇനി ഒരു പോക്കറ്റടിക്കാരനെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലാണ് കൊണ്ട് നിർത്തിപ്പോ അപ്പ വെടിവെടും. ഹലോ, ആരാ? ഈ നേതാക്കന്മാര് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അണിയായിരിക്കാൻ വന്നേക്കുന്നത്, അവരെ വിടാൻ പറഞ്ഞുകൊണ്ട്. പക്ഷേ SI രാമചന്ദ്രൻ സാറിന് ഈ ബില്ല് ഒന്നും നോക്കില്ല. പുള്ളി ശരിക്കും കാട്ടി പോകും. കുറ്റം ചെയ്തുകൊണ്ട് പിടിച്ചു വരുന്നവരെ അടി അഫ്സലൊക്കെ രക്ഷു. എന്റെ മോളെ അത് പിന്നെ കുറ്റം ചെയ്തുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് വേണം താങ്ങാട്ട് പഠിപ്പിച്ചു. എന്ത് കഷ്ടം. കുറ്റം ചെയ്തവനെ ഇടിച്ചവന്റെ ഒരു വേദനയാണെന്ന് അറിയാം. പറ്റിച്ചിട്ട് ഓടിയവനാ തന്നെ പോലും വീട്ടിൽ വെള്ളം നോക്കും. സത്യം പറഞ്ഞോളൂ, പത്തായിരത്തെ വെള്ളം പറയുന്നത് ഇടിച്ചിട്ടില്ല. ഇത് എന്റെ മോനെ ഭയങ്കര നിന്റെ മടി നീ ഇന്നും എത്തിപ്പെടുക. ഞാൻ പിടിച്ചിട്ട്
മാഷില്ലേ അത് മാഷ് പുറത്തേക്ക് വലിക്കുക. നിന്റെ ജോലിയൊക്കെ ഏ, ഭാരപ്പെട്ട പണിയൊന്നുമില്ല. കളവൊക്കെ എന്താ ഒന്നുമില്ല ഒന്നുമില്ല. മര്യാദയൊക്കെ മാഷ് തന്നിട്ട് നോക്കാം ഇന്ന് മതി. എന്റെ സ്വഭാവം അറിയാലോ ഇന്ന് പോവാം. അതെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് ഇവിടെ പറഞ്ഞേ ശരിയാവില്ല നമുക്ക് ആ പുറത്ത് പോയിട്ട് ഞാൻ പറഞ്ഞുതരാം വാ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഉപദേശിക്കാൻ ഞാൻ ഇന്ന് പുറത്ത് പോയിട്ട് അത് ഞാൻ വിട്ടു ഓക്കെ എന്ത് തീരുമാനിച്ചു രാമതിന് മാഷിനെ ഞാൻ ഇന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞതെല്ലാം മറന്നു കളയാം പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്കതിന് സാധിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യണം രാമതിന് നിന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ തന്നെ അച്ഛൻ തീരുമാനിച്ചത് അച്ഛൻ അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നിനക്ക് എതിർക്കാമായിരുന്നില്ലേ ഞാൻ എതിർത്ത് നോക്കി, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. നമ്മൾ തമ്മിൽ വളരെ കാലമായ അടുപ്പത്തിലാണെന്ന് പറഞ്ഞു പറഞ്ഞു. പക്ഷെ അത് അറിഞ്ഞപ്പോൾ വൈദ്യസ്വരം പറഞ്ഞത്. എങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നിന്നെ എനിക്ക് വിവാഹം ചെയ്ത് തരാനാകും ഇല്ല, അച്ഛനത് ചെയ്യില്ല. ചേട്ടന്റെ വീട്ടുകാരോട് വാക്ക് പറഞ്ഞു. ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തെല്ലാം മോഹങ്ങളോടെയാണ് നമ്മൾ തമ്മിൽ അടുത്തത് അവയൊന്നും നേടാവാനാ മതി ഇപ്പോൾ അകലേക്ക് വന്നിരിക്കുന്നു ഇക്കാര്യത്തിൽ ഞാൻ നിസ്സഹായാണ്. ചേട്ടനെ വെറുപ്പിക്കാനും വയ്യ, അച്ഛനെ ധിക്കരിക്കാനും വയ്യ. വ്യാപകത്തിന്റെയും നിന്റെ അച്ഛന്റെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം കഷ്ടത്തിലാവും അതുകൊണ്ട് അതുകൊണ്ട് നീ ആ വിവാഹത്തിന് സമ്മതിക്കരുത് വലിയ സഹോദരവ, അച്ഛനെ എതിർത്തുകൊണ്ട് എനിക്ക് സാധ്യമല്ല. ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് മറ്റെവിടെയും ജീവിക്കാം അതെ നമുക്ക് ഈ നാട് വിടാം ദൂരെ എവിടെയെങ്കിലും പോയി സമാധാനമായി ജീവിക്കാം അത് ശരിയാണോ? ഈ പരിസ്ഥിതി ഞാൻ നോക്കിയിട്ട് അവർ മാത്രമേ കാണുന്നുള്ളൂ നാട് വിട്ടു പോകുന്നതിന് മുമ്പ് എനിക്ക് അല്പം വിഷമണി തരണം. നിന്നോടൊരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടുന്നു. നേരിൽ ഇവിടെ വരരുതെന്നായിരുന്നു എന്നല്ല, എന്നിട്ട് ഇനിയും ഇവിടെ വരണം. ഈ കുടുംബം തകർക്കാൻ വേണ്ടി ആഗ്രഹം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള ജീവിതം ഉണ്ടായിരുന്നില്ല. മരിക്കുന്നത് വരെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലേ? ഞാൻ പോകുന്നു പക്ഷേ പോകരുത്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ശരിയെ രാമഭദ്രന്റെ വിവാഹം വെച്ചു കൊടുക്കാൻ ഞാൻ വാക്കുകൊടുക്കും. എനിക്ക് വാക്ക് തരണം. പക്ഷേ ഈ ഗുരുനാഥനോട് ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് നിനക്കില്ലേ? ഈശ്വര സുശീല പാവമാണ്. താങ്ങാവുന്നതിനാണ് ദുഃഖമുണ്ടാവുന്നത്. ഇനി അതും ഇതും പറഞ്ഞ് ഞാൻ വിഷമിപ്പിക്കരുത്. അവളെ നിന്റെ ഒരു അനുജത്തിയായി കാണണം. അനുജത്തി അവളെ നിന്റെ ഒരു സഹോദരിയായി കാണണമെന്നൊരു അപേക്ഷ.
ആരെങ്കിലും പാട്ട് പാടുന്നത് ഇന്നലെ വൈകിട്ട് അവൻ പാടുന്നതായിരുന്നു. ആരാണവൻ? അവന് എന്താണ് ഇപ്പോൾ പാട്ട് പാടുന്നത്? ഓഹോ, ഈ ശിഷ്യന്മാരെല്ലാം അവന് ഗുരുനാഥൻ വീട്ടുപടികളിൽ പാട്ട് പാടുന്ന നിർബന്ധമുണ്ടോ ഈ നാട്ടില്? ഈ വേദിക്ക് പുറത്തായാലും മറത്തായാലും ഈ പാട്ട് കേൾക്കുന്നേക്ക് വെറുപ്പാണ്. കുഞ്ഞിന്റെ ലാസ്റ്റ് അവന്റെ പാട്ടിന്റെ മട്ടില്ല. കഷ്ടം നോക്കിയേ. നീ പോയ പാട്ട് വാങ്ങില്ലേ? ആ ഓടിയൊന്നുമില്ലേ? ഒമ്പറ്റുള്ളൂ. അവനെ കാറിനെ കുറിച്ച് അടിച്ച് പൊട്ടിക്കാവുന്നു. നിന്നോട് ചോദിച്ചോ? നിന്നോട് ചോദിച്ചോ? എനിക്കൊന്ന് തൊഴിൽ കിട്ടണം. ഓ, ഇതിന്റെ തലോടിക്കാണ് വേണ്ടത്. നമ്മുടെ വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ മിക്ക ദിവസങ്ങളും അവനോട് പാട്ട് കൊടുത്തിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഈ പാട്ട് കേൾക്കുന്നേ എനിക്ക് വെറുപ്പാണ്. ഓഹോ, അപ്പൊ നിനക്ക് ഇഷ്ടമായിരിക്കും അവന്റെ പാട്ട്. എനിക്ക് മാത്രമല്ല അച്ഛനും ഇഷ്ടമാണ്. അച്ഛന്റെ കാര്യം ചോദിച്ചില്ല, നിനക്ക് ആ വൃത്തികെട്ട പാട്ട് ഇഷ്ടമാണെന്ന് ചോദിച്ചത്. അയാളുടെ പാട്ടിൽ വൃത്തിയുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. ഓഹോ, അപ്പൊ നിനക്ക് ആ പാട്ട് ഇഷ്ടമാണോ? അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ യാതൊരു പൊരുത്തമില്ല. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് വെറുപ്പാണ്, നിനക്കിഷ്ടമുള്ള കാര്യങ്ങളോ എനിക്ക് വെറുപ്പ്. എന്താണ് ഇങ്ങനെ? ഞാൻ എന്ത് മറുപടി പറയാനാ? വിവാഹം കഴിഞ്ഞ് ഒരു നിമിഷമെങ്കിലും സന്തോഷത്തോടെ പറയും. ഞാൻ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഇതൊന്നുമല്ല ഭാര്യാഭർത്താക്കന്മാരായ പിന്നെ എങ്ങനെയാ? അറിയാതെ അത് ഇതിനു മുമ്പ് വിവാഹ ജീവിതം നയിച്ചെനിക്ക് ശീലമില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു തന്നാ മനസ്സിലാക്കാം. ഇത്തരം കാര്യങ്ങൾ ആരും പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് സ്ത്രീകളോട്. അത് കഴിവുള്ള സ്ത്രീകൾക്കല്ലേ? എനിക്ക് കഴിവ് കുറവാണല്ലോ. നിനക്ക് അപാര കഴിവാണല്ലോ. ഞാൻ എന്ത് നിൽക്കാനുമാണ് കാണിച്ചത്? കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ പറയുന്ന നമുക്ക് താമസം കോട്ടേജ് മാറ്റാം. നീ അനുസരിക്കുന്നില്ലല്ലോ. വയസ്സായ അച്ഛൻ തനിച്ചായിട്ട് ഞാൻ എങ്ങോട്ട് വരുന്നില്ല. അച്ഛൻ നോക്കുന്ന ഇഷ്ടമുള്ള വേലക്കാരുണ്ടല്ലോ. എത്ര വേലക്കാരുണ്ടായിരുന്നു? ഞാൻ നോക്കുന്ന പോലെ ആയിരിക്കും. ഓ, കല്യാണം കഴിഞ്ഞാലും അച്ഛനെ പരിപാലിക്കുന്ന വാശി പിടിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കല്യാണം തന്നെ ചേട്ടനോട് എവിടെയെങ്കിലും ഓടി വരുമെന്ന് വിചാരിച്ചോ? എങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് താമസം കോട്ടേജ് മാറ്റാം. അതിനെ നോക്കുള്ളൂ. അച്ഛൻ ജീവിച്ചിരുന്ന കാലം ഞാൻ എങ്ങോട്ട് വരുന്നില്ല. ഈ കാര്യം നീ വാഴ്ന്നു എന്നോട് പറഞ്ഞില്ല. എന്നോട് ചോദിച്ചില്ല, പറഞ്ഞില്ല. ആഹാ, അപ്പൊ കാര്യമില്ല. അവിടെ എന്നെ അവിടെ കെട്ടിയിടണം. അതാണ് അച്ഛന്റെ മകളുടെ ആഗ്രഹം അല്ലേ? അങ്ങനെ തോന്നുന്നെങ്കിൽ ആയിക്കോട്ടെ. നിനക്ക് കൊച്ചു കരയുന്നു. ഞാൻ പോകും. ഞാൻ വിളിക്കുന്നു അവനെ ഇവിടെ വരുത്തും, ഇവിടെ വരുത്തിയിരിക്കും. മാറിയില്ല. എന്റെ ശരീരം തീരെ സുഖമില്ല സാറേ. അതെന്താ മാറിയിട്ടാൽ ശരി സുഖം വേണം? അല്ല സാറേ, എന്റെ തട്ടുള്ള ആരോഗ്യമില്ല സാറേ. അയ്യോ, നിന്റെ ലക്ഷണം കിട്ടാൻ അല്പം വശവിഷം കൊടുക്കണം. എനിക്ക് കുഴപ്പമില്ല സാർ. മാറിയില്ല. നീ നീ ഇവിടെ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ബുദ്ധിയുണ്ടോ? സത്യം പറഞ്ഞേ. എന്നിട്ട് ആയിക്കോട്ടെ പറഞ്ഞോടാ, നീ മൂന്നാല് മോട്ടക്കെടുക്കുന്ന അത് സംശയത്തിന്റെ പേരിൽ സാറേ. ആഹാ, ഒരു സംശയിക്കപ്പെട്ട ആളാണല്ലേ? ആകെ പാട്ട് പാടുന്നത് അതെനിക്ക് അടുത്തോളാം. അവനെന്താ ഇവിടെ പാട്ട് പാടുന്നത്? അതെനിക്കറിയില്ല സാറേ. നിനക്കറിയാം. ഇല്ലയോ? നിനക്കറിയാം. ഇല്ല സാറേ. കൊച്ചിനെ വിളിക്കണോ?
സാറിനെ കുറിച്ച് ഈ നാട്ടുകാരിടയിൽ വലിയ പരാതിയുണ്ട്. പാവപ്പെട്ടവരെ ലോക്കപ്പിലിട്ടും മർദ്ദിക്കുന്നത് തന്നെയുമല്ല, ലോക്കപ്പ് മർദ്ദനം മുറകളുടെ അല്പം കടുപ്പാണെന്നും പരാതിയുണ്ട്. പിന്നെ സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കുന്നതിനേക്കാൾ ബെറ്റർ ഇവിടെ വെച്ചാകുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് ഏത് രാഷ്ട്രീയ കക്ഷിയാണെന്ന് ഞാൻ ഒരു രാഷ്ട്രീയ കക്ഷിയെ സഞ്ചരിക്കുന്ന ആളല്ല. ഈ നാട്ടിൽ ഒരു സോഷ്യൽ സർവീസ് സംഘടനയുണ്ട്, മാസം എന്നാണ് ഞാൻ ആ സംഘടനയുടെ പ്രസിഡന്റാണ്. സംഘടനയല്ലോ, ആ സംഘടനയല്ല എനിക്ക് ശമ്പളം തരുന്നത്, ഇവിടെ സർക്കാരാണ്. അതൊക്കെ നിങ്ങൾക്കറിയാം. വേറെ ഒന്നും വെച്ചോളൂ, നിങ്ങളുടെ സംഘടന കീഴിലല്ല ഞാൻ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് എന്നെ ഭരിക്കാൻ കഴിയുമെന്ന് വരച്ച ഞാൻ ഭരിക്കാനൊന്നും ശ്രമിച്ചില്ലല്ലോ. ഇതിന്റെ ഔദ്യോഗിക ജോലി സംസാരിച്ചോ? പാവപ്പെട്ടവരെ ലോക്കപ്പിട്ട് മർദ്ദിക്കുന്നത് ഒരു സബ് ഇൻസ്പെക്ടറുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയാണെന്ന് അതെനിക്ക് മനസ്സിലായില്ല. എന്റെ ജോലിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞെങ്കിൽ മെച്ചപ്പെട്ട ആവശ്യമില്ല, വേണമെന്നില്ല. അതല്ലാതെ എനിക്കറിയാം, ആളുകളെ ലോക്കപ്പിട്ട് മർദ്ദിക്കുന്ന നിയമവിരുദ്ധമാണ്. ഇറ്റ് ഈസ് ഇല്ലീഗൽ. ഇറ്റ്സ് ലീഗൽ ഇൻ മൈ പൊസിഷൻ. കുറ്റം തെളിയിക്കണമെങ്കിൽ അല്പമൊക്കെ മർദ്ദനങ്ങൾ വേണ്ടി വരും. അതൊക്കെ പണ്ട് കുറ്റം തെളിയിക്കുന്നതിന് ആധുനിക സാങ്കേതിക സൗകര്യമുള്ള ഈ പരിഷ്കൃത കാലത്ത് അത്തരത്തിലുള്ള യാതൊരു മർദ്ദനങ്ങളുടെയും ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ വല്ല പത്രമാസങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മെട്രോ സിറ്റികൾ ഉണ്ടാവുമായിരിക്കും. ഈ സാധാ പോലീസ് സ്റ്റേഷൻ ഇല്ലല്ലോ. സംശയാസ്പദമായി അറസ്റ്റ് ചെയ്യുന്നവരുടെ ലോക്കപ്പിൽ തല്ലിച്ചെടുക്കുന്നു. അത് ശരിയാവില്ല. നിങ്ങളെ ഉപദേശിക്കുകയാണ്. ആളുകളെ ലോക്കപ്പിന്റെ മർദ്ദിക്കരുത് കർശന നിർദ്ദേശം ഉണ്ടായിട്ടും നിങ്ങളെ ചില നിയമങ്ങളൊക്കെ ആവർത്തിക്കുന്നത് കാണുമ്പോൾ അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞത് മാത്രം, അതിനെ ചോദിക്കാനൊന്നുമില്ല. ഓഹോ, ഈ ചോദിക്കാൻ അവകാശം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഞാൻ ചോദിച്ചില്ലല്ലോ, ആരും പറഞ്ഞില്ലയോ? ഒന്നും പറയണത് കാര്യം പറയാമല്ലോ. അങ്ങനെ പുച്ഛിക്കരുത്. ബിക്കോസ് ഞാനൊരു സംഘടനയുടെ പ്രസിഡന്റാണ്. നിങ്ങളൊന്നും പറയുന്നത് പറയും സാർ. നീതി നിഷേധിക്കുന്നതിന്റെ ശബ്ദ ക്രോധത്തിന്റെ മുന്തിരിപ്പഴങ്ങൾ ചുവന്നു കൊടുക്കും. ഒടുവിൽ നോക്കുണ്ട പോലെ വിനാശം വിളിക്കും. വിനാശത്തിന്റെ വിട്ടുമതിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. But remember, it's not the end of the road. We will meet again. ഇത് പറയാൻ താങ്കൾ കേട്ടിരുന്നത് അല്ല പ്രതി ഇവിടെ അവൻ ഇങ്ങനെ തമിഴ് സാറിന്റെ വീട്ടിൽ മൂന്നാല് കളർ ദിവസത്തിൽ
ഇവിടെ പറയാ നീ എന്താ തമ്പി സാറിന്റെ വീട്ടിൽ പോയിരുന്നു നീ തമ്പേരില്ലേ കോൺട്രാക്ട് തമ്പേരി പോയത് എന്തിനാണോ നീ പോയത് അവിടുത്തെ ഡ്രൈവറെ കാണാൻ സാറേ ഡ്രൈവറെ കാണാൻ പോയത് അദ്ദേഹം ആ പയ്യൻ എന്റെ കൂട്ടുകാരനാണ് സാറേ സത്യമായിട്ട് സാറേ
എന്റെ അനിയനെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു? ദാസപ്പനെ എന്റെ അനിയനെ എന്റെ നീരനെ കൊന്ന. ഞങ്ങൾ എന്തിനാ ദാസപ്പൻ അനിയനെ കൊല്ലുന്നത്? പിന്നെ എന്റെ അനിയൻ എവിടെ? സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കാണ്. അവൻ അവിടെ ഇല്ല. പിന്നെ എങ്ങോട്ട് പോയി? ഞാനിപ്പോൾ അവിടെ പോയിട്ടാ വരുന്ന. അവൻ അവിടെ ഇല്ല. നീ എന്റെ അനിയൻ അവനില്ല. നിന്റെ എങ്ങനെ വല്ല ചാക്കിൽ കെട്ടി കായലിൽ താക്കിണ്ടാവും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല. അവൻ എവിടെയാ? ഇതൊക്കെ സമാധാനമായിരിക്കും. ഞാൻ ഇന്ന് സമാധാനം പെടും. എന്നെ നിന്നെ കാണാതെ അച്ഛൻ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങളെ കുറിച്ച് അറിയാം. എന്റെ അനിയനെ നശിപ്പിച്ചു. നശിപ്പിക്കാൻ കാര്യം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. തമ്പി സാറിന്റെ കുട്ടിയുടെ കഴുത്തിൽ കന്ന് മാറി മോഷണം പോയി. അതിന് എന്റെ അനിയനെ എന്തിനാ നിങ്ങളൊക്കെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ? കല്യാണം കുട്ടി ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിരിക്കുന്ന മാല മോഷ്ടിച്ചില്ലെന്നും അവര് കൊണ്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞു നോക്കി. ചേട്ടൻ പറഞ്ഞില്ല. ഇപ്പൊ അവനെ എവിടെ ഉണ്ടെന്നറിയാൻ എന്താ ഒരു മാർഗം? മക്കായിട്ടൊക്കെ വരുന്നുണ്ട്. മക്കായിട്ടൊക്കെ ചോദിച്ചു. എവിടെ എന്റെ അനിയനോടോ? ആര്? എന്റെ അനിയൻ ദാസപ്പനെ കാണാനില്ല. ദാസപ്പനോ? മക്കായിട്ടല്ല അവൻ എവിടെ മക്കായിട്ടല്ല. എനിക്കറിയാൻ പാടില്ല. നുണ പറയരുത്. നാളെയുള്ള ഇത് അവനെ പിടിച്ചുകൊണ്ടുപോയത്. എന്ന് പിടിച്ചോണ്ടായിരുന്നോ? രാവിലെ മക്കായിട്ടൊക്കെ രാവിലെ ഞാൻ ഉണ്ടാക്കി ശരിയാ. പക്ഷെ ദാസപ്പൻ സ്റ്റേഷനിൽ പോയില്ല. കള്ളം പറയരുത്. അവന്റെ സ്വഭാവം കഴിക്കാനാ. അത് നിങ്ങൾ ഞാൻ എങ്ങനെയാണ് പറഞ്ഞേ? അന്ന് നീ എന്റെ കീഴിൽ വരുന്ന ഒരു ചവിട്ടി വെച്ചിട്ട് എനിക്ക് പറഞ്ഞ എനിക്ക് കുട്ടികളുണ്ടായിട്ടുണ്ടെന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടാണെന്ന് പറയുന്നത്. ഇല്ലയോടെ സാറ് കൂടി ദാസപ്പനെ കൂട്ടിയിട്ട് പഠിച്ച് വരെ ചെന്നോളൂ. അവിടെ ചെന്നപ്പോഴേക്കും തമ്പി സാറിന്റെ വീട്ടിൽ നിന്ന് വേലക്കാരി മാല കിട്ടിയിരുന്നു. നുണ പറയരുത്. കണ്ണ് കേൾക്കുക. കേൾക്കില്ല ഞാൻ. ദാസപ്പനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നെ അവനെവിടെ? അവിടെ വെച്ച് അവന് ബോധക്കേടുണ്ടായി. ആ ബോധക്കേടുണ്ടായത് ഞാൻ കാരണം വെച്ച് പറഞ്ഞു. സാറ് ജീപ്പായിട്ട് വന്നിട്ട് അവിടെ എന്റെ അനിയന് എന്തെങ്കിലും സംഭവിച്ചാ തന്നെ അദ്ദേഹം നശിച്ചെത്തില്ല. വെച്ചെങ്കിലും ഞാൻ കൊണ്ടോ. ദാസപ്പന് ചേട്ടൻ എങ്ങോട്ടാ കൊണ്ടുപോയത്? ചേട്ടൻ ടെൻഷനാണ് കൊണ്ടുപോയത്. രണ്ട് ടീച്ചർമാര് പോയതാണ്. സാറ് അവിടെ കുട്ടികളാണ് പോയതിന്റെ പിന്നാലെ കമ്മീഷനിലേക്ക് പോയി. ഈ മത്തായി ആ പോണൊക്കെ ചെയ്ത് പക്ഷേ ഈ നേരം സാറിനെ കാണാൻ കഴിയും. ഇവിടെ കണ്ടുണ്ടെങ്കിൽ പത്തൊന്ന് പീഡനം പറയുന്നത് ഇവിടെ വന്നിട്ടില്ല. ഞാൻ പോകാനെ എന്താ പറഞ്ഞ ഒന്നുമില്ല. ഒന്നുമില്ല. ഇടിച്ചതിന്റെ ചങ്ങിയ പറഞ്ഞാൽ ഇതേതാ വീട് നിനക്കറിയാമോ? ഇത് ഇൻസ്പെക്ടർ ആത്മക്കൽ സാറിന്റെ വൈഫ് ഹൗസാ. വൈഫ് ഹൗസ് അതിനെ താഴെ വീട്. അതിന് നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന എന്റെ ചോദ്യം. അറിയാൻ മനസ്സില്ല. ഇടിച്ചതിന്റെ ചങ്ങിയ കളിക്കാൻ ഒന്ന് പേടിപ്പിക്കാനോ വന്നില്ല. എടാ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ You get in the house. എനിക്ക് പറ്റില്ല. കണ്ണിച്ചോറില്ല
സുശീല എന്താ വന്നത്? അച്ഛനെവിടെ ഇല്ല? ഞാൻ മാഷിനെ കാണാനല്ല വന്നത്. കാണാൻ നല്ലതായിരുന്നു. സുശീലയെ കാണാനുമല്ല വന്നത്. പിന്നെ എന്റെ ഭർത്താവല്ലോ രാമഭദ്രൻ അയാളുടെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം ഇവിടെ ഇല്ല. എപ്പോഴുണ്ടാകും എനിക്കറിയില്ല. എങ്കിൽ വരുമ്പോൾ പറഞ്ഞു. ഞാൻ ആ മരച്ചുട്ടിൽ നിന്ന് പാട്ട് പാടുന്നത് നിർത്തിക്കാൻ വേണ്ടി ആരെങ്കിലും തിരിച്ചപ്പെട്ടല്ല. പാടുന്നത് സഹദേവന്റെ വായിലുണ്ടാണെങ്കിലും കേൾക്കുന്നവർക്ക് ഇഷ്ടമില്ലെങ്കിലോ? എന്റെ പാട്ട് കേൾക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത എത്ര പേരുണ്ട് ഇവിടെ? എനിക്ക് സുശീലേ, നിനക്ക് എന്റെ പാട്ട് കേൾക്കുന്നത് അത്രയ്ക്ക് വെറുപ്പാണ്. അതെ. ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നെ കൊണ്ട് പാട്ട് പാടിക്കാൻ വേണ്ടി എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടുള്ള നീ ഇപ്പോൾ നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ പൊട്ടിക്കരയുവാണ്. സുശീലേ, വലിയ സഹദേവാ, നിങ്ങൾ ആ വേദിയിൽ കുറിച്ച് പാടുമ്പോൾ എന്റെ ഹൃദയം മിന്നാറുണ്ട്. ദയവ് ചെയ്ത് ഞാൻ ഒന്ന് പാടരുത്. എന്റെ പാട്ട് കേൾക്കുമ്പോഴെങ്കിലും നിന്റെ മനസ്സിന് അല്പം ആശ്വാസം കിട്ടിക്കൊണ്ടെന്ന് കരുതിയാണ് ഞാൻ ആ മരച്ചോട്ടിൽ നിന്ന് പാടും. ഇനി ഒരിക്കലും ആ മരച്ചോട്ടിൽ നിന്ന് ഞാൻ പാടില്ല. അവിടെ എന്നല്ല ഒരു സ്ഥലത്തും ഞാനും പാടുകയില്ല. പാട്ടും ഡാൻസും കൂട്ടുമായിട്ട് ഇവിടെ കൂടിക്കോ. ഞാൻ നിന്റെ പോലെ നിന്നിട്ട് എന്താ ചെയ്തിട്ട് അറിയാൻ പറ്റാത്തതല്ല. തൽക്കാലം ഇത് വെറുതെയിരിക്കുന്നു. ഇറങ്ങി പോടാ. സുശീലേ, ആരവൻ ആരവൻ ഞാൻ പറഞ്ഞിട്ടില്ലേ? കേട്ടു. പിന്നെ ഉത്തരം പറയാത്തെ അയാൾ എന്റെ ആരുമല്ല. പിന്നെ അവൻ എന്തിന് ഇവിടെ വന്നു? അച്ഛനെ കാണാൻ. ഓഹോ, അച്ഛനെ കാണാമെന്ന സംസാരം മൊത്തം മകളായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾ തമ്മിൽ പറയൂ. പ്രണയകഥനെ കുറിച്ചായിരിക്കും അല്ലേ? നീ എന്ത് വിചാരിച്ചു ഞാനൊരു മകനാണ്? എല്ലാം എനിക്ക് മനസ്സിലായി. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാക്കല്ലേ? എന്താ ചോദിച്ചിട്ടില്ലേ? ഞാൻ ചോദിച്ചു ശരിയല്ലേ? ശരിയാണ്. ഈ വിവരം എന്തുകൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞില്ല. ചോദിച്ചില്ല. ഓ. അത് ശരി. വിവാഹം എനിക്ക് പ്രണയമുണ്ടോ പ്രേമമുണ്ടോ ഒക്കെ ചോദിക്കണമായിരുന്നു അല്ലേ? അങ്ങനെ ചോദിക്കണ്ടായിരുന്നു. പിന്നെ വിവാഹത്തിൽ സമ്മതമാണോ ചോദിക്കാമായിരുന്നു. ഓഹോ, അങ്ങനെ ചോദിക്കാൻ ശിക്ഷയായിരിക്കാം. ഞാൻ ഇല്ലാത്ത സമയത്ത് നീ കാമ്പിൽ വെച്ച് വീട്ടിൽ കണ്ടത് ഞാൻ വിളിച്ചിട്ടല്ല അദ്ദേഹം വന്നത്. എന്നിട്ട് അച്ഛൻ കണ്ടേ? വെറുതെ ഇതിന് എന്റെ അച്ഛനെ കുറിച്ച് പറയുന്നില്ല. ഇല്ല, ഞാൻ ആരും കുറ്റം പറയുന്നില്ല. എല്ലാം തന്നെ എന്താണ് എന്റെ മാത്രം. അത് തൊഴിൽ സഹിച്ചാൽ മതി. ഓഹോ, എന്നിട്ട് വേണം നിനക്ക് നിന്റെ കാമുകിന് കൂടി എന്നെ വന്നിട്ട് അഹങ്കരിച്ചിരിക്കാൻ. നിന്നെ വെറുതെ വേറുമില്ല. ഇൻസ്പെക്ടർ, ഞാൻ രുദ്രപ്പൻ. എനിക്കെന്താ പറ്റാ? എന്റെ അനിയനോട് എന്റെ അനിയനെ താനറിയില്ല? രാഘവൻ, എനിക്കറിയില്ല. രാഘവൻ താനെങ്കിലോ അവനെ ഇവിടെ പിടിച്ചുകൊണ്ടുപോയി സ്റ്റേഷനിലേക്ക്. ഞാൻ ആരെയും പിടിച്ചുകൊണ്ടില്ല. നുണ പറയരുത്. എനിക്ക് രുദ്രപ്പനെ എനിക്ക് അറിയില്ലെന്ന് തോന്നുന്നു. 2 തവണ ജയിലിലെ കൊടുത്തല്ലോ ഞാൻ. അതിനെ പേടിക്കോ? ഞാനിപ്പോ അതുകൊണ്ട് വീണ്ടും അവിടേക്ക് പോകാൻ പറ്റരുത്. സത്യം പറയണം. നീ മര്യാദയുടെ അറിയുമ്പോൾ നിനക്ക് നല്ലത്. അത് നിന്നെ പറ്റി തൂക്കിയാൽ നോക്കുന്നത് ഇതൊന്ന് കാണണ്ടോ? എനിക്ക് അങ്ങോട്ട് അറസ്റ്റ് ചെയ്യണോ? അത്രയ്ക്ക് നീ നശിക്കാൻ തന്നെ കത്തേണ്ടിരിക്കാതെ
വീട്ടിൽ ചെന്ന് ഞാൻ നോക്കട്ടെ. അവന്റെ ശരീരത്ത് എന്തെങ്കിലും കേൾപ്പൊക്കെ ഉണ്ടെങ്കിൽ മോനെ രാമഭദ്ര നീ ഓർത്തോ അവനെ കൊല്ലുമായിരിക്കും. സംശയിക്കണ്ട. എത്ര വർഷം ജയിലിൽ കിടന്നവനാണെന്നറിയോ? ഞാൻ ഉപദേശിച്ച അവനെ ശരിയാക്കിയത്. ഓഹോ, അതിന്റെ ഗുണമായിരിക്കും ഇപ്പൊ കണ്ടത്. സ്വന്തം സഹോദരൻ ഉപയോഗിച്ചിട്ട് ആരാണ് നോക്കിയിരുന്നത്? ഇനി അവൻ വീട്ടിൽ ചെന്ന് രാസപ്പന്റെ സ്ഥിതി കണ്ടാൽ എന്തൊക്കെ വരുന്നത് ആർക്കറിയാം? അവൻ വീട്ടിൽ ചെല്ലാൻ പോകുന്നില്ല. അവനെ ഞാൻ പൊക്കിയിരിക്കും. എസ്ഐയുടെ കൈ കയറിപ്പിടിച്ചൊരു കൈ കിട്ടും. സഹോദരാ, ഇത് കുഴപ്പമൊന്നും ഉണ്ടാകരുത്. ഞാൻ ദാസപ്പനെ തല്ലി ചതച്ച് അവശനാക്കി. ആ കേട്ടു തല്ലില്ലേ? അമ്മ എന്താണ് വീട്ടിലുണ്ടാക്കാൻ പോയതവനെ? അവനെ ഞാൻ കൊണ്ടുപോയി തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കേ. അവനെ ചത്തുവാതിരിക്കും. അദ്ദേഹമോ ഒരു മനുഷ്യൻ നിങ്ങൾ ഇത്ര വില കത്തിച്ചുകൊള്ളോ? ഹലോ, പോലീസ് സ്റ്റേഷൻ. എസ്ഐ ദാസൻ സ്പീക്കിംഗ്. ആ പഴയ ചട്ടം ചുരുക്കപ്പെട്ടല്ലോ. അവനെ പൊക്കണം. ഒരു 3 പോലീസുകാർക്ക് ഞാൻ വരുമ്പോൾ കണ്ടിരിക്കണം. This is my order. Okay? ഞാൻ പറയുന്നത് ചെവിക്കൊള്ളുക തന്നെ ഉണ്ടോ? അമ്മ വിചാരിക്കുന്നു. പോലീസുകാരെ കൈകൾ പിടിച്ചാൽ അവരെ ചുമ്മാ വിടുന്നവർക്ക് ഏത് ഗുണ്ടായോ? അച്ഛാ, ഒന്ന് ഓടി വരൂ അച്ഛാ. എന്താ പറയാ? പാപമാ. ബാബുമോൻ എന്ത് പറ്റി? കണ്ണു പിടിച്ച് കൈകാൽ കടിക്കുന്നു അച്ഛാ. ഒന്ന് വരൂ അച്ഛാ. ഒന്ന് അടുത്തേക്ക് ചെന്ന് നോക്കടാ. അതിനെ ഡോക്ടറെ കാണിക്ക്. നാശമാണ് കാര്യം തിരിഞ്ഞു. എനിക്കൊരു പണികളാ. മനസ്സിലൊക്കെ സംശയമുണ്ടോ? ഇതൊരു മനുഷ്യത്വം തന്നെയാണ് ദൈവമേ. കുറച്ചു നേരത്തെ നമ്മുടെ ഈ വർഗീസുന്റെ ആളെന്നെ പണ്ഡിതൻ തേടിയുടെ കലവേണം. അവനോർന്നോ ഈ മത്തായിയുടെ ബുദ്ധി ഉപയോഗിച്ച് മത്തായി സ്വന്തമായിട്ട് അവർ കണ്ടുപിടിച്ചു. എന്നിട്ടോ ഞാൻ ഒറ്റയ്ക്ക് ചങ്കുറ്റത്തോടെ അവനെ പിടിക്കാൻ വേണ്ടി ഇടുത്തോട് ചാട്ടം ചാടിക്കാം. പക്ഷേ ഒരു തലമുടി നാരങ്ങ വ്യത്യാസം. അവൻ രക്ഷപ്പെട്ടു. പക്ഷേ എവിടേക്കാ അവൻ അമ്മാതിരിത്ര ചാട്ടം കീർത്തിനഗറിലേക്ക്? എന്റെ ഭാഷ പിന്നെ ഒന്നും പറയണ്ട. അവനെന്ന് അവനെ ഓടി ചാടി കടന്ന് പ്രിയാമകളിലെത്തി. എനിക്ക് ഈ ഓഷ്ടം പറ്റൂല എന്റെ ഭാഷ. എന്തിനാ മത്തായി കുതിരപ്പനെ പിടിക്കാൻ നടക്കുന്നത്? എന്റെ മാഷ മാഷ് കണ്ടതല്ലേ. അവൻ സാറിന് എന്താ ചെയ്തത്? അവൻ ഒന്നും കഴിഞ്ഞില്ല. സാറ് എന്നോട് പറഞ്ഞതാ ചെയ്യാൻ നിന്നു. എടാ, ശ്രമിച്ചെന്ന് മാത്രമുള്ളൂ. അവൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്റെ മാഷ ശ്രമിച്ചല്ലോ. അതുകൊണ്ട് അവന്റെ വെറുതെ വിടാൻ പറ്റില്ല. വേറൊരു കാര്യം അവൻ എത്ര ഒരു കാര്യമില്ലാതെ രുദ്രപ്പൻ ആരെയും ഉപദ്രവിക്കില്ല. എനിക്കറിയാം. കാര്യം ഉണ്ടായാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. പോലീസുകാരനെ പറ്റേക്കണം. പോലീസുകാരെന്ന് പറഞ്ഞാൽ ആരാ? ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണ കൊടുക്കട്ടാറില്ല. അവരുടെ കെട്ടിയാണ് സമ്മതിക്കാൻ പറ്റുമോ? അതുകൊണ്ടായിരിക്കും പാവപ്പെട്ടവരായിട്ട് കസ്റ്റഡിയിൽ വർദ്ധിക്കുന്നത്. എന്റെ പൊന്നുമാ, ഈ ലോകത്തൊന്നും ജീവിക്കണേ പാവപ്പെട്ടവരെ പണക്കാരെ തൊടാൻ പറ്റുമോ? പണക്കാരെ തൊട്ടാല്
അവനെ ഒരു നീക്കാണ് കഴിഞ്ഞാൽ എന്റെ നാട്ടിൽ എന്റെ കാട്ടു എന്നിട്ടാണോ ഞാൻ അയാളെ പിടിക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്നത്? എല്ലാവരും ഓടിയാണ് അതിന്റെ പിന്നാലെ ഞാൻ പോകും. പക്ഷേ ഇത്ര വലിയ പറഞ്ഞത് ഞാനത് ആശുപത്രി വരെ പോയി. പക്ഷെ സമരത്തെ കുറിച്ച് ഒരു കുറവുമില്ലാതായി. രാമഭദ്രൻ നടക്കാതെ വശത്തേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടെന്ന് അവൻ എന്തെങ്കിലും ചെയ്യട്ടെ. എനിക്കിതോ എനിക്ക് അതായത് ആശുപത്രി പോകാതെ പറ്റുമോ? ഞാൻ ആശുപത്രി കുട്ടി ഹോസ്പിറ്റലില്ല. ശീല മാത്രമേ അവിടെ ഉള്ളൂ. ഞാനൊന്ന് തന്റെ അവകാശം വന്നോ ഇന്നാളെ കുറച്ച് രൂപകളായി മറന്നുപോയോ? തന്നെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ന് തരും. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് രൂപയ്ക്ക് അത്യാവശ്യമുണ്ട്. ഇന്നിപ്പോ ജനുവരി 14 അപ്പൊ ജനുവരി കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി ആകുമ്പോ ഫെബ്രുവരി 30 എന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ നിന്റെ പൈസ മുഴുവൻ നീ 10,000 തന്നിരിക്കും. ഫെബ്രുവരി താങ്കളുടെ കാലം കളിയാക്കാമോ? 30 തന്നെ ഫെബ്രുവരി. ഒരു കാര്യം ചെയ്യാം. ഇനി വേണ്ട നമുക്ക് 28 ഫെബ്രുവരി 28 28 നിന്റെ പൈസ അത്രയൊന്നും നിങ്ങളെ പറ്റില്ല. എനിക്ക് രൂപയ്ക്ക് അത്യാവശ്യമുണ്ട്. എന്ന് പറഞ്ഞപ്പോൾ എന്റെ കയ്യിലാണ് ഞാൻ സൗകര്യം തന്നെ മാസം 3 ആയിരം പൈസ പറയുന്നത്. ശരിയാണല്ലോ. 3-4 മാസമായിട്ടോ എടാ പുരിയ ഇനി 4 മാസം കൊണ്ട് ചെലുത്തില്ലല്ലോ. വരുന്ന ഒരു 1.5 മാസം അതുകൂടി ഞാൻ ക്ഷണിച്ച് സാധ്യമല്ല. എനിക്ക് രൂപ കൊടുത്ത കിട്ടണം. ശരി. അപ്പൊ നീ വീട്ടിലെടുത്താൽ മക്കളോട് വന്നിട്ടത് മക്കളി ഞാനാണോ? പിന്നെ അറിയില്ലേ? അതെ, ഞാൻ ഈ സ്റ്റേഷനിലെ ജൂനിയർ മോസ്റ്റ് ബിസിയ എന്ന് വെച്ചാ തലമുതിർന്ന പെരിച്ചാഴി. അപ്പൊ നീ എന്നെ കളിയാണ്. പോലീസുകാരോട് മുഖ്യ നീ കളി നിനക്ക് ദാസപ്പന്റെ അനുഭവം അറിയാമോ? ദാസപ്പന്റെ അനുഭവം നിനക്ക് അറിയാമോ? ദാസപ്പന്റെ എന്തോ ഈ കുര്യൻ എന്നോട് കളിച്ചാലുണ്ടല്ലോ എന്റെ ഈ ഉടുപ്പ് ഞാൻ വരും. അല്ലാതെ തന്നെ അത് ഊരി വെക്കാൻ അധികം താമസം വേണ്ടിവരില്ല. അകാരണമായ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ദാസപ്പനെ ലോകപ്പെട്ട് തല്ലിച്ചത് നിന്റെ എല്ലാം പേരിൽ അങ്ങനെ അയച്ചിട്ടുണ്ട് പരാതി. എന്റെ പേര് ആ ഉണ്ട്. അതൊക്കെ ചെല്ലോടെ പോയി തന്നെ അയച്ചിട്ടുണ്ട്. നോക്കിക്കോ, നിന്നെയൊക്കെ താമസിയാതെ സർവീസിൽ നിന്ന് ഞാൻ പിരിച്ചുവിടും. എനിക്ക് മക്കൾ എത്രയുണ്ടെന്ന് നിനക്ക് വല്ല പെരുമാറുന്നോ? തന്റെ മക്കളുടെ കഥക്കെടുക്കുന്നതോ എന്റെ പണി. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ലോകപ്പെട്ട് മർദ്ദിച്ച് അവസ്ഥനാക്കുമ്പോൾ അപ്പോൾ ഓർക്കണമായിരുന്നു ഈ മക്കളുടെ കാര്യം. ഞാനല്ല ദാസപ്പനെ ആക്രമിച്ചത്. ആ ഗേഡ് കുട്ടപ്പിനും കൊണ്ടുപോയിട്ട് ഞാനും ഒന്നും ചെയ്തില്ല. താനൊന്നും ചെയ്തില്ല. പച്ചക്കള്ളം. ദാസപ്പം പറഞ്ഞു താനൊക്കെ മുതുകി പിടിച്ചത്. വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ ജീപ്പിലേക്ക് കയറ്റപ്പോൾ താനൊക്കെ നാവിക്കിട്ട് കൊടുത്തതാ. ഞാൻ ഈ
പിന്നെ 5 മണിക്കൂർ ശരീരത്തിൽ ഇരുട്ടിൽ കുത്തിക്കഴിഞ്ഞതോ ആദ്യം പിന്നെ അധികം പറ്റിയതാ അവര് പുതിയ മുറകളെ പറഞ്ഞപ്പോൾ എന്തായാലും ദാസമ്മനാണ് ആണല്ലോ അപ്പൊ ഞാൻ അവിടെ പഴയ ഒഴിഞ്ഞു പോയി നമ്മുടെ ഞാൻ പഴയ പ്രയോഗത്തെ സംഭവിച്ചത് എനിക്കറിയാം. ഒരു ഇരുട്ടിൽ കഷം തുളഞ്ഞ കാര്യം അവന്റെ ശരീരത്തിൽ മാംസത്തിൽ കയറിയിരിക്കുന്നതായിരുന്നു. എന്ത് പറ്റുന്നറിയാമോ? ഞാൻ ഈ സാധാരണ പച്ചരിക്ക് അന്വേഷിച്ച് അവിടെ ഒക്കെ നടന്നുണ്ടായ പിന്നെ അന്വേഷിച്ച് നമ്മുടെ ഈ അകം തൂക്കണ ചൂട് അത് നമ്മുടെ ബാത്റൂമിന്റെ സൈഡിൽ മത്തായ നിയമം ഞങ്ങള് വലിച്ചങ്ങോട്ട് പോയി അതെവിടെ ഇരിക്കുന്നറിയുമോ? താൻ തുളച്ചു കയറിയ ഇരുട്ടിൽ കഷ്ടം. ഞാൻ സ്ഥാനത്ത് മസ്താനൊക്കെ സ്ഥാനത്ത് തന്നെയാണ് കയറിയിരിക്കുന്നത്. എന്ന് ഊരിക്കളയണം. ഡോക്ടർ വേണ്ടത് ചെയ്തിട്ടുണ്ടാകും. നോക്കി നടക്കാനും ഒറ്റയ്ക്ക് വിടാനായിട്ട് ഇതിനൊന്നും മാറൂല. ഇവരെന്താ അങ്ങനെ സംഭവിച്ചു പോയില്ലേ? അയാളെ പോലെ നീ മൃഗമായാലോ? അപ്പോൾ ഞാനും ഒരു മൃഗമായിരുന്നു. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ഒരു മനുഷ്യനാക്കി. വീണ്ടും ഈ നശിച്ചവരെ മൃഗമാക്കാൻ നോക്കിയാണ്. നീ വീട്ടുകാരൊന്നും എന്റെ അച്ഛന്റെ കിടപ്പ് കുഞ്ഞും കണ്ടതല്ലേ? ഞാൻ കണ്ടു. അതിൽ എനിക്കും സങ്കടമുണ്ട്. എന്ന് വെച്ച് ഈ നിലയിലാക്കിയത് പോരാഞ്ഞിട്ട് അവരിപ്പോൾ എന്റെ അഞ്ചോട് ചൂടുകയാണ്. ഒന്നും ചെയ്യില്ല. ന്യായമായിട്ടില്ലേ? കുഞ്ഞിനെ തോന്നുന്നതല്ലേ? 2-3 ദിവസമായിട്ട് ഞാൻ ഇവിടെയൊക്കെ ഓടിച്ച് നടക്കാൻ കൊണ്ട് അവർക്ക് എന്നെ കിട്ടിയിട്ടില്ല. ഇനി ഞാൻ അത് കേട്ടിട്ടില്ല. ഇത് വേണ്ട. നീ കത്തുകൊണ്ട് നടക്കുന്നത് എന്തിനാണ്? രാമഭദ്രനെ കൊല്ലാൻ വേണ്ട. അയ്യാൾ ജീവനോടെ ഇരുന്ന എന്റെ അനിയനെ സംഭവിച്ചതുപോലെ അവർ എന്നെ പിടിക്കും. എന്നെ മാത്രമല്ല ഈ നാട്ടിലെ സർവ്വതപ്പെട്ടവരെ. വേണ്ട. കൊലപാതകം ശരിയായി നടക്കുകയില്ല. വേണ്ട. അപ്പൊ ഇവർ ഈ നിരപരാധികളെ സ്റ്റേഷൻ കൊണ്ടുവന്നോ? ഇത് നമുക്ക് പരിഹാരമുണ്ടാക്കാം. മിനിസ്റ്റർക്ക് കൊടുത്തിരിക്കുന്ന പരാതി എല്ലാ കാര്യങ്ങളും വിശദമായി അതിനെന്ത് നടപടിയെടുക്കും നോക്കട്ടെ. അതുവരെ നീ ആ കത്തിക്കണം. നീ ഞാൻ വരില്ല. എന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഏക മാർഗമാകില്ല. ഇത് ഞാൻ തരില്ല. എന്റെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ സംഘടന എല്ലാവരും ഉണ്ട്. അവരുടെ മനസ്സിന്റെ ശക്തിയുടെ ഒരംശം പോലും വരില്ല. നിന്റെ കത്തി നീ കഴിവില്ല. ദുർബലരാക്കിയാണ്. നിന്നുള്ള ഈ അക്രമ സ്വഭാവത്തെയാണ് ഞാൻ നിർണ്ണയിക്കുന്നത്. നീ ധൈര്യമായിട്ടിരിക്കും. നിന്റെ മുന്നിൽ നമ്മുടെ സംഘടനയിൽ എല്ലാവരും ഉണ്ട്. രാമഭദ്രന് പോലീസുകാർ വരുന്നുണ്ട്. നീ കത്തിക്കില്ല. ധൈര്യമായിട്ട്
തപ്പുണ്ടാക്കുന്നത് അത് അനുഭവം കഴിയാൻ പാടില്ല. മരണത്തിനേക്കാൾ വലിയ അനുഭവമൊന്നുമില്ലല്ലോ. ആവശ്യമൊന്നുമില്ല കേട്ടോ. ഏത് സാഹചര്യമായാലും വാറണ്ടില്ലാതെ അവിടെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത് എന്റെ വീടാണ്. അവൻ പോയിരിക്കും. ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നവരാണ്. ശിക്ഷന്മാര് സംശയിക്കില്ല. എന്റെ ശിക്ഷന്മാരെല്ലാവരും അങ്ങനെ എന്താ വന്നത്? വിളിക്കുന്ന രേഖമാണ് ഇവന്റെ പോലീസ് സ്റ്റേഷൻ. ഇത് എന്റെ വീടാണ്. എന്റെ അനുവാദത്തിലൂടെ അടുത്തുള്ള പാടില്ല. കിടന്നു പുറത്ത് പോകാൻ പറഞ്ഞത്. ആ പിന്നെ ഏതിന് 10 പോകണം. പോലീസുകാരെ അവനെ തുടർത്തി തെറ്റായിരിക്കും. തെറ്റത് മാത്രമല്ല നിയമവിരുദ്ധമാണ്. നീ അതിനുള്ള നടപടി സ്വീകരിച്ചു. നടപടി സ്വീകരിക്കാൻ അറിയാൻ ഭാര്യ അച്ഛനായി പോയില്ലേ. നിയമത്തിന്റെ മുമ്പിൽ ബന്ധത്തിന് സാധിക്കില്ല. അതിന് അച്ഛനായ അമ്മയായ മക്കളായ അവൻ സത്വത്തെ സമ്പാദിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് സഹിക്കില്ല, ഇത് പൊറുക്കില്ല, ഇതിനെ പകർന്നിരിക്കും. ഞങ്ങൾക്ക് വേണ്ടി മാഷിനെ ഉന്നയിക്കില്ല. ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഞങ്ങളുടെ പോകുന്ന വിഷയമില്ല. ഒരു കാര്യം കൂടാതെ വാറണ്ടില്ലാതെ നിങ്ങളെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. എങ്കിലും ഇവരെ കൊണ്ടുപോയി ഞാൻ നോക്കട്ടെ. നോക്ക്. കളി എസ് രാമചന്ദ്രനാണ്. ഗാന്ധിനെ തൂക്കാക്കില്ലേ നോക്കിക്കോ. കളി എന്താണ് കേസുണ്ടായിട്ട് വാറന്റിക്കാൻ പുറപ്പെടാതെ മുൻകൂർ ജാമ്യപേക്ഷ ഒന്നും പേടിയില്ല. ആശുപത്രിയിൽ പോയിരുന്ന ഭാഷ ആശുപത്രിയിൽ പോയാൽ പോകാൻ അപ്പോഴെന്നെ പോലീസുമാരോട് കെട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. എന്റെ അനിയന്റെ കാര്യം എന്തായി അന്വേഷിക്കുന്നു? ഇവിടെ ചെല്ലുമ്പോൾ അവന്റെ അടുത്ത് പോകാനാണ് വിചാരിച്ചത്. സാധിച്ചില്ലല്ലോ. എനിക്ക് ദുഃഖമല്ല പക്ഷേ എനിക്ക് ദേഷ്യമാണ്. ദേഷ്യം. എന്റെ അനിയനെ കൊന്നവന് എനിക്ക് പകരമില്ല. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മസ്താരിയാണൊക്കെ 4 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫോട്ടോ അടക്കമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അവർ അറസ്റ്റ് ചെയ്തെടുക്കുന്നത് കാണാം.
സൈനികന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതെ ആ പുല്ല് ചെറുക്കനെ അവൻ തല്ലിക്കൊന്ന് എല്ലാവരും കൂടി കൊന്നില്ലേ? ഇതൊന്നും അങ്ങനെ ചെയ്യണമായിരുന്നു. അച്ഛൻ തറഞ്ഞതുകൊണ്ടാ. ശരിയാണ്, ഞാനുണ്ടായില്ലെങ്കിൽ അവനെ കൊന്നുകളഞ്ഞ. അങ്ങനെയുള്ളവരെ കൊല്ലുക തന്നെ വേണം. കൊലയ്ക്ക് കുറയുന്നത് മര്യാദക്കാർക്ക് ചേർന്നതല്ല പറയാം. എന്തായാലും സസ്പെൻഡ് ചെയ്തതിന് ചേട്ടൻ വിഷപ്പിന് പോയില്ല പാമ്പിനെ പോലെയായി. ഇനി കോട്ടയത്തിൽ ചെന്നപ്പോൾ എന്നോട് ഭാഷ വിളിക്കില്ലേ? ഇനി അവൻ കോൺഗ്രസിലേക്കല്ലാതെ എന്നെ ക്ഷണിക്കുന്നത് അവന്റെ വീട്ടിലേക്ക് പോകാൻ നിർബന്ധി. ഞാൻ പോവില്ല. അവൻ നിർബന്ധിച്ചാൽ എന്ത് ചെയ്യും? എത്ര നിർബന്ധിച്ചാലും ഞാൻ പോവില്ല. മോളെ, നീ അവന്റെ ഭാര്യയായി പോയില്ലേ? ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടായതിന്റെ പേരിലല്ലേ അദ്ദേഹം എന്നെ തടിയിട്ടായത്? ആ കുഞ്ഞ് മരിച്ചുപോയ സ്ഥിതിക്ക് ഞങ്ങളുടെ ബന്ധം വേർപെടുത്തൊന്നും വെച്ചാ. അവൻ അവനോട് സമ്മതിക്കണ്ടേ? എത്ര ഉണ്ടായാലും പൊത്തുവിട്ടിട്ടായാലും ആ കാര്യം നന്ദി തന്നെ വെച്ചാ. ഈ പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല വിവാഹമോചനം. ഏറെ മുൻകരുതൽ സ്ഥാനമില്ല. ഇനി അത് നീട്ടിക്കൊടുക്കാൻ പാടില്ല. നീ ഇതൊക്കെ കുറെ നാളുകളായി എന്നോട് പറയുന്നു. ശ്രമിച്ചാൽ പക്ഷെ കിട്ടിയില്ലായിരിക്കും. പക്ഷേ എന്താ വെച്ചാ മോളെ, വിവാഹമോചനം നടത്തിയാൽ ഒരു പുരുഷനെ സംബന്ധിച്ചില്ല. അവന് ഏത് കടക്കടത്തിന് നാല് വഴിയിൽ പോകാം. അവന് മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്യാം. പക്ഷേ മോളെ, ഒരു സ്ത്രീ വിവാഹമോചനം ചെയ്താൽ വിവാഹ സമൂഹത്തിൽ അവർക്ക് തിരഞ്ഞുണ്ടാവില്ല. എനിക്കിനി വിവാഹം വേണ്ടല്ല. നീ തനിക്ക് എത്ര കാലം ജീവിക്കും? എനിക്ക് എത്ര നാൾ ജീവിതം ഉണ്ടെന്ന് അറിയില്ല. നീ തനിച്ചാകുമോ എന്ന് ഓർക്കുമ്പോഴാണ് അതൊന്നും അത്ര വിഷമിക്കേണ്ട. എനിക്ക് കൂട്ടിന് സഹോദരൻ ഉണ്ടാവും. വിവാഹബന്ധം ഏർപ്പെടുത്തിയാൽ അവൻ വിവാഹം കഴിക്കാൻ നിന്നോട് മാത്രമല്ല. അങ്ങനെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇത് നീ എങ്ങനെ തീരുമാനിക്കും? സഹോദരൻ എനിക്ക് നന്നായിട്ട് അറിയാം. അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല മോളെ. അവൻ നിന്നെ കൈയൊഴിച്ചാൽ നീ ചെയ്യും. ഇല്ല അച്ഛാ, അദ്ദേഹം എന്നെ ഒരിക്കലും കഴിയുന്നില്ല. നിന്റെ ഗുരുവായൂരപ്പ വിവാഹത്തോട് നടന്നു നടന്നു. ഇന്നലെ രാത്രി എവിടെയായിരുന്നു? നല്ല ഉറക്കച്ചടവുണ്ടല്ലോ, ഉറങ്ങിയില്ലേ? രാവിലത്തെ പത്രം വായിക്കും. ഓ, പത്രം വായിച്ചു. അതല്ലേ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഹസ്ബൻഡ് ഒരു വെണ്ടക്കാക്ഷത്തില്ലേ? ഞാനാ വിവരം ഇന്നലെ രാത്രി വെളുക്കുമ്പോൾ ഞാൻ ഒരുപാട് പോകുമായിരുന്നു. എന്നിട്ട് ആ ഓർഡർ ക്യാൻസൽ ചെയ്ത് ശുപാർശ ചെയ്തു. ആ, ഒരു കാര്യം ഉണ്ടായില്ല, ഒന്നും നടന്നില്ല. ഇനി ഒരു മാർഗമേ ഉള്ളൂ. എന്താണ്? അത് അമ്മാവിനെ നടക്കും. ഞാനെന്ത് ചെയ്യാൻ? എനിക്ക് സർക്കാർ തലത്തിൽ ഒരുപാടൊന്നുമില്ല. അതിനെ ഒന്നും ആലോചിക്കുന്നത്. പിന്നെങ്ങനെ? ആ കുലിയോട് പറഞ്ഞാൽ മതി. കുലിയാണ് എനിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. അവൻ പരാതി കൊടുക്കാനുള്ള സാഹചര്യം നീ മറന്നോ? ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതത്ര നിസ്സാര കാര്യമായിട്ട് നീ കാണണ്ട. അപ്പൊ എന്റെ ജോലി നഷ്ടപ്പെടുന്ന നിസ്സാര കാര്യമാണോ? ഒരു എസ്ഐയുടെ ജോലിയിൽ വലുതല്ലേ അവന്റെ ഒരു മനുഷ്യ ജീവൻ. ഞാൻ കാരണമൊന്നുമല്ല. അങ്ങനെയല്ലേ? ഹോസ്പിറ്റലിൽ എന്ന് വെച്ചിട്ട് അവിടെ ചികിത്സിക്കുന്ന വെച്ചാണ് ഞാൻ കാരണമൊന്നുമല്ല. നീ തള്ളി തലച്ചുകൊണ്ടല്ല ആശുപത്രി കൊണ്ടുപോയത്. ഓ, അപ്പൊ അമ്മാവനെ ബുദ്ധിമുട്ടിക്കാൻ വിസ്തരിക്കാതില്ലേ? ഇതൊന്നും അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചതാ. ഈ വക സംസ്ഥാനം നിർത്തിയിട്ട് എന്നെ സഹായിക്കാൻ പറ്റില്ലെന്നോ? ആ സസ്പെൻഷൻ തോന്നുന്ന ടിക്കറ്റ് തന്നു കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അമ്മാവ് മുന്നിൽ പറഞ്ഞ് ആ പരാതി പിൻവലിക്കുന്നു. ഞാനത് പറയില്ല. ഇത് അറിയില്ലല്ലോ. അറിയില്ല എന്ന് പറഞ്ഞാൽ പറയില്ല. ഞാനിവിടെ മകളുടെ ഭർത്താവിനെ മറക്കരുത്. അതിന് സമുദ്രേഷ് കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ട് അതെ, ഞാൻ കുടിച്ച് എന്റെ വയസ്സ് വേണ്ട. ഞാൻ എന്റെ അച്ഛൻ വീട്ടിൽ നിന്നല്ല കുടിച്ചത്. ആരുടെ പണം കൊണ്ടായാലും മദ്യപിടുന്ന നല്ലൊരു ശീലമല്ലല്ലോ. എന്റെ വ്യക്തിഗത കാര്യം ആ വെള്ളത്തിന് ആവശ്യമില്ല.
ശാപം ഉപകാരമായി കേൾക്കാറുണ്ടാവും. ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. നീ ജീവിക്കോ എങ്ങനെയെങ്കിലും. ഞാൻ ജീവിക്കും. അല്ല, അന്തസ്സായിട്ട് തന്നെ ജീവിക്കും. നീ ഒന്നും മിണ്ടാതിരിക്കണേ. ഇതൊന്നും ഞാൻ പല കഴിച്ചു. എനിക്ക് കുറച്ചൊക്കെ പറയാനുണ്ട് അച്ഛാ. എനിക്ക് എന്റെ കാണാനായി കേൾക്കലും വേണ്ട. നിനക്ക് എന്താണ് ഇഷ്ടപ്പെട്ട് പറയാമോ? എനിക്ക് പലതുമുണ്ട്. എനിക്ക് കേൾക്കാൻ സൗകര്യമില്ലല്ലോ. കേൾക്കണമെന്നില്ല. കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ വിവാഹത്തിന് വ്യാപനമെന്ന്. അതൊന്ന് വേഗം നടത്തി തന്നാൽ മതി. എന്നിട്ട് നീ എങ്ങനെ ഇരിക്കും? ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളാം. അത് അങ്ങനെ ലൈഫല്ലോ. ഇങ്ങനെയൊന്നുമില്ല. അത് അന്തരിക്കാൻ വേണ്ടി ചോദിച്ചാൽ നീ എങ്ങനെ ജീവിക്കൂലേ? പറയാൻ എനിക്ക് മനസ്സില്ല. ഓഹോ, അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢ ഉദ്ദേശമുണ്ടല്ലോ. നീ എങ്ങനെ ജീവിക്കും? നിന്റെ മുഖം പറയുന്നത് നീ എങ്ങനെ ജീവിക്കും? ധൈര്യമുള്ളേ. എന്താ നിന്റെ പ്ലാൻ? എനിക്കതിനെക്കുറിച്ച് ഒരു കാര്യമില്ല. നിന്റെ മുഖം തിരിച്ചു വരുന്നുണ്ട്. നീ എന്താ നിന്റെ പ്ലാൻ? ഓ, ഇതൊരു പഴയ കാമുകനുണ്ടോ? എന്താ അവന്റെ പേര്? മഹാദേവൻ, സഹദേവൻ. അവൻ നിന്നെ കെട്ടാന്ന് മാത്രം വിചാരിക്കും അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ചെയ്യുന്ന കാര്യം ആദ്യം നിങ്ങളല്ലേ പറഞ്ഞത്. ഓ, ഞാൻ പിടിപ്പിക്കുന്നുണ്ടോ നീയാണല്ലോ. എനിക്ക് വയ്യ. നിങ്ങളുടെ പോലെ തന്നെ ജീവിതം. ഓ, അതിന് എന്നാ നമ്മൾ ജീവിച്ചിട്ടുള്ള ഒപ്പിച്ചത്? എനിക്ക് വയ്യ. നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കാം. പിന്നെ നിനക്ക് അറിഞ്ഞ കാമുകനെ കൂടി ജീവിക്കാനായിട്ട് താല്പര്യം അല്ലേ? നടക്കില്ല, സമ്മതിക്കില്ല. ഈ വിവാഹബന്ധം ഞാൻ വേറെ കൊടുത്തില്ല. എന്ന് ജീവിക്കുന്നത് കാണട്ടെ. നീ എങ്ങനെ ജീവിക്കൂ? ജീവിതകാലം മൊത്തം നരകിയാണെന്ന് അനുഭവിക്കാനാണ് എന്റെ ഉദ്ദേശം. എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചോ, എങ്ങനെ വേണമെങ്കിലും. എന്നോട് ഇത്ര ക്രൂരമായി എന്തിനു പെരുമാറുന്നു? നീ എന്ത് തെറ്റാണ്? എന്ത് തെറ്റ് ചെയ്തു? നീ തെറ്റും ചെയ്തിട്ടില്ല. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ദയവ് ചെയ്ത് ശിഷ്യത്തിലേക്ക് മോചനം തരൂ. സാധനം വരെ സാധനം കാല് വൃത്തിയാക്കുക. നടക്കില്ല, നടക്കില്ല. വന്നല്ലോ. നിന്റെ അമ്മ കാമുകം വന്നല്ലോ. നോക്കണേ, നിന്റെ കാമുകം നോക്ക്. നീ എന്താ വന്നത്? ഇനി ഞാൻ കാരണം നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട. ഞാൻ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. ആ, കേട്ടോ നീ? കേട്ടോ? നിന്റെ കാമുകം വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ ഇവരെ നോക്കിയിട്ടില്ല. ബാക്കി പറയാൻ എന്റെ അമ്മാവിന്റെ മകളാണ്. ആ, ഈ മാസം 23-ാം തീയതിയാണ് ഞങ്ങളുടെ വിവാഹം. അത് കഴിഞ്ഞാൽ പിന്നീട് തന്നെ ഭാര്യയെ കൂട്ടി ഞാൻ മദ്രാസിലേക്ക് പോവുക. അതുകൊണ്ട് മേലെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കില്ല. പിന്നീട് ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കും. ഗുഡ് ബൈ. ഗുഡ് ബൈ. നിന്നെ അവൻ കെട്ടാൻ പറ്റില്ലോ. ഇവിടെ നാളെ ഡൈവേഴ്സ് ചെയ്യണേ. അതെന്താ പെട്ടെന്നാണോ വയസ്സായത്? എന്റെ മാഷേ, ഞാനിപ്പോ പ്രമോഷനല്ലേ? മൊത്തം പ്രമോഷൻ കിട്ടി. ആ പ്രമോഷൻ മാഷിനൊന്നും അറിയില്ലേ? എന്നെ രാമോഹൻ സാറിന് ഒരേ ഉത്തരവില് ഞങ്ങൾ പരിഹരിക്കുന്നത്. അപ്പോഴേ അത് പ്രമോഷൻ അല്ല, സസ്പെൻഷൻ ആണ്. ആ
എനിക്കാണെങ്കിൽ ഇപ്പൊ ഒരു വിലയില്ല. ഒരു ബീഡി ഒരു കൊടുത്തിട്ടില്ല എന്റെ മാസം. എന്റെ മാസം ആശോട് കേട്ടോ. ആ തങ്ങപ്പമില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സല്യൂട്ട് ഇന്നലെ അവൻ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേ കാർത്തിച്ച് തുപ്പി മാഷേ. എന്നാ ഞാൻ പോട്ടെ നമുക്കത് സമാധാനപ്പെടാൻ മാഷ് വേറൊരു കാര്യം സങ്കടമുള്ള കാര്യം മാഷ് കാട്ടി. എന്റെ തെക്കയിലാണെങ്കിൽ ഒരു കൊച്ചിപ്പട്ടിയുണ്ട്. ഈ പട്ടി എന്റെ തലവട്ടം കണ്ട മൂടി ഒഴിക്കും. ഇന്നലെ എന്റെ മാഷന്റെ ഇങ്ങോട്ടൊന്ന് നോക്കി ഇത് കണ്ട ഓടി വന്ന് എന്നെ കഴിച്ചു മാഷ. ഈ തൊപ്പി തലേന്ന് കൊള്ളുന്നില്ലോ എന്റെ മാഷ. ഈ കാറ്റ് പോലെ പോലെയായി എന്റെ മാഷ. അത്തായി ശത്രുവിനെ മിത്രത്താലും കാണണം എല്ലാ മനുഷ്യരും. അതാണ് വേണ്ടത്. അതില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കാര്യം അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ നല്ല അവര് തന്നെ കവറിൽ ചെല്ലുമ്പോ ഈ വായുവിൽ നിറച്ച് അവൻ എനിക്ക് ചായയും പലഹാരം മേടിച്ചു. പറഞ്ഞല്ലോ, ഞാൻ അവരെ ഉപദേശിച്ച് നേരെയാക്കിയിട്ടുണ്ട്. എന്റെ ഭാഷ ഞാനിപ്പേ സങ്കടപ്പെടുന്നത് എന്താണെന്നറിയാമോ? ആ ഒരു സ്റ്റെപ്പിന്റെ അനുമതിയാണോ ഞാൻ താങ്ങൂടി നോക്കുമ്പോ എന്റെ മനസ്സാകെ അതിനുള്ള ദൈവശിക്ഷയാണ് ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കഷ്ടപ്പാടുകളും. മനസ്സിലായോ? എന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് മാഷറിയാം. മാഷം നിന്ന് കണ്ടു അതിന് മാത്രം കഷ്ടപ്പാട്. എന്റെ തലയിൽ എന്റെ ഭാര്യയിലേക്കാമ അവള് എന്നെ ഇട്ടങ്ങടെ എങ്ങനെ വട്ടം കിടക്കാലേ. അവള് പറയണത് അവളുടെ വിചാരം മുഴുവൻ എത്ര പെട്ടെന്ന് വെച്ചെടുക്കുന്നു. ഇപ്പൊ ഏരിയാമ്മ മഹാഭാഷ അവളെ എന്നോട് ഇന്നലെ പറയാണ് എവിടത്തെങ്കിലും ഇറങ്ങി പോകാൻ. എന്റെ ഭാഷ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ഈ കുപ്പായൊക്കെ പോയിട്ട് ഇനി എവിടെയെങ്കിലും ചെന്നാ എനിക്ക് ആരെങ്കിലും പെണ്ണു തരുമോ മാഷ? ഞാനതുകൊണ്ട് ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനമെടുത്തു. എന്തായാലും ഏജാമ പറയുന്നത് മുഴുവനോട് കേട്ടു. അതുകൊണ്ട് പൂർണ്ണം തന്നെയാണ് പോവാം. പത്തായി കൊടുക്കുന്നത് വാടകയ്ക്കല്ലേ താമസിക്കുന്നത്? അതിന് പണം കൊടുക്കണ്ടേ? അത് വലിയൊരു ഉപകാരം കിട്ടി. ഈ മാസത്തെ വാടക മുടക്കിയൊന്നുമില്ല. അതെന്താ? വാടകക്കാരൻ പറഞ്ഞു തുടങ്ങണം. എല്ലാ ഭാഷ പല നിലക്കടക്കാരനും പറഞ്ഞു പൈസ വേണം. അതെന്താ കാരണം? മാഷക്ക് വേറൊന്ന് കേൾക്കണോ? എന്റെ മാഷക്ക് ഏരിയാകുമ്പോ ഇപ്പൊ ഇതുപോലെ പല അഡ്ജസ്റ്റ്മെന്റുകളും നടത്തണമെന്നൊക്കെയാണ് ഞാൻ. ഇങ്ങനെയായി ഞാൻ എന്താ എന്റെ മാഷക്ക്? നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഞാൻ ഇടപെടുന്ന പ്രശ്നമില്ല. കഷ്ടപ്പാട്ട് ലക്ഷണം അല്പം കൂടുന്ന ലക്ഷണമുണ്ട്. നമ്മുടെ ജോഷിയുടെ കടയില് അവിടെ നിന്ന് എന്തോ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് തന്റെ മൂത്ത മകനെ ഒരു അന്വേഷിച്ച് നടക്കുന്നു.
പിന്നെ ഡൈവോഴ്സിന്റെ പേപ്പറിലൊക്കെ അതെല്ലാം നീക്കിയോ? ഇല്ല, അവരുടെ കേസും കോടതിയിലും നടക്കില്ല. വീട്ടിൽ പറഞ്ഞു വിവാഹമോചനം കഴിഞ്ഞാൽ എന്നാ പിന്നെ ഒട്ടും വൈകണ്ട, അതാണ് ഏറ്റവും നല്ലത്. ഇല്ല, നാളെ തന്നെ അതിന് വേണ്ട നടപടി ആരംഭിക്കും. പിന്നെ വിവാഹം അത്ര വലിയ ആർഭാടമൊന്നും വേണ്ടല്ലോ. ആർഭാടമാക്കുന്നത് എന്റെ അച്ഛന്റെ അനുജൻ തൊട്ടടുത്താണല്ലോ താമസിക്കുന്നത്. എന്റെ ജ്യേഷ്ഠന്റെ രണ്ട് മക്കളും തൊട്ടടുത്താണ്. അവരെ മക്കളൊക്കെ എടുത്ത് ചെറിയ തോതിലാണ് താമസിക്കുന്നത്. അത് മതി, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ സുശീല സഹിതമായിട്ടുള്ള സുശീല വേണം, അത് നമുക്ക് കേട്ടോ. അദ്ദേഹം സമ്മതിച്ചു പോണേ. അത് നടക്കില്ല. എന്താ സുശീല അങ്ങനെ പറഞ്ഞത്? സഹിതന്നെ സുശീലക്ക് ഇഷ്ടമുള്ളതുണ്ടോ? എനിക്കിഷ്ട കുറവില്ല. ഇതൊക്കെ എന്താണ്? നിശ്ചയിച്ച വിവാഹം വേണ്ടെന്ന് വെച്ചിട്ട് സഹോദരൻ എന്നെ വിവാഹം ചെയ്യുന്ന കാര്യം ആരെ പറഞ്ഞു ചേട്ടൻ അറിഞ്ഞു? ഇത് ഞാൻ അപ്പോഴേക്കും അവനോട് പറഞ്ഞത്. ഇഷ്ടപ്പെട്ടതോ? അതറിഞ്ഞപ്പോൾ ചേട്ടൻ തീരുമാനം മാറ്റി. തൽക്കാലം ഞാൻ തങ്ങളുടെ വിവാഹം വേറെടുക്കുന്നില്ലെന്ന്. നിന്നോട് ആരായിട്ട് പറഞ്ഞത്? സഹോദരന്റെ ഭാര്യ ചേട്ടൻ കുറച്ചു മുമ്പ് അവിടെ ചെന്നിരുന്നു. പിന്നെ വേറെ കൂടി പറഞ്ഞു. എന്താ പറയാ? സസ്പെൻഷൻ ആടുന്നതിന് ചേട്ടൻ ഹൈക്കോടതി സ്റ്റേ വാങ്ങി. അവൻ ഇതിനു വേണ്ടിയാണ് ഓടിപ്പാഞ്ഞ് നടന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇന്ന് തന്നെ ചാർജ് എടുക്കുമെന്നും ചാർജ് എടുത്തവരുടെ വിരോധികളെല്ലാവരും പിടികൂടുമെന്നും പറഞ്ഞു. സൂക്ഷിക്കണം, അടുത്തത് നീയായിരിക്കും. എന്ത് സൂക്ഷിക്കാൻ? അയാൾ എന്ത് ചെയ്യുന്നു നോക്കട്ടെ. അയാളെ പേടിച്ച് നാട് വിടാനും ഈ കുരിയെ കിട്ടില്ല. പക്ഷെ മറ്റേ ഒരു കാര്യമുണ്ട്, രുദ്രപ്പിനെ ഉടനെ നീ വിടാതിരിക്കണം. ഞാനിപ്പോ വരാം. വേഗം ചെന്ന് പോട്ടെ. നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞില്ല മോളെ. എനിക്ക് സമാധാനമായി ജീവിക്കാൻ വിധിയില്ല അച്ഛാ. സൂക്ഷിക്കേ. ഇനി 2 മാസം എന്റെ മുമ്പിലുള്ളൂ. ആത്മഹത്യ അല്ലെങ്കിൽ എല്ലാ ദുഃഖവും സഹിച്ച് ജീവിക്കുക. അയാൾ സുശീലയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചതായിരുന്നു. മനസ്സിൽ മുളകിട്ട കിനാവുകളെല്ലാം കഴിഞ്ഞ് ചമ്മലായി. അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ദൈവം ഇടവരുത്താതിരിക്കില്ല. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലല്ലേ? ഞാൻ കാരണം സഹോദരന് വളരെ പ്രയാസങ്ങളുണ്ടായി. അതിലൊന്നും എനിക്ക് വിഷമമില്ല. സുശീലയുടെ ജീവിതം പാഴായെന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാനാവാത്ത ദുഃഖം ഉണ്ടാവും. ചേട്ടന് വീണ്ടും ജോലി പ്രവേശിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയാൾക്ക് ജോലി തെറ്റിക്കുന്നതുകൊണ്ടാണ് നിന്റെ ഡൈവേഴ്സിന് സമ്മതിക്കാത്തത്. അതെ, സംവിധാനം പറഞ്ഞത്രേ എന്നൊരു പാഠം പഠിപ്പിക്കുന്നത്. ഇവനെ ഒരു പാടുപെടുത്തിക്കും. നീ എന്ത് തോന്നുന്നു? എനിക്ക് ഇഷ്ടമുണ്ടായി. നിനക്ക് തോന്നുന്ന കേസ് ഞാൻ വിടാണ്. നിങ്ങളെ താമസിക്കുന്നതല്ല. എന്ത് പറഞ്ഞു? അയ്യോ, 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 അയ്യോ.
എന്താണ് നിങ്ങളൊരു പോംവഴി? ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. എന്ത് കഴിഞ്ഞാൽ മതിയോ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കാര്യം ജീവിതം അവ നശിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കണ്ടിരുന്നോ? അവൻ ചൂട് പിടിച്ച് പോയിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിക്കുമോ? സമുദ്രം ചെന്നാലും സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിനൊരു അവസാനം തന്നെ. അതിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓളകത്ത് പോയില്ലേ? ഞങ്ങൾ അതേക്കുറിച്ച് ആലോചിക്കട്ടെ. അത് തന്നെയാണ് ആലോചിക്കുന്നത്. ഈ ചുറ്റുപാടിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടും ചെന്നിട്ടും യാതൊരു കാര്യമില്ല. ഇനി അവിടെ ചെല്ലുന്നവരെ എല്ലാം അവൻ വർദ്ധിക്കും. എന്നിലേക്ക് ചെല്ലാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സഹദേവൻ സഹദേവനെ നോക്കി അവനെ ആ കൽപ്പലവൻ നശിപ്പിച്ച പക്ഷേ എന്ന് പറഞ്ഞോ? മരിച്ചിട്ടില്ല. അവനെ അവരുടെ അധിപതിയിലേക്കാക്കിയിരിക്കുക പക്ഷേ അവിടെ കിടന്ന് മരിച്ചതിനെ അവനത് കേൾക്കണമല്ല. ഈ നിലയിൽ തോന്നുന്നത് ശരിയാവില്ല. അവസാനിപ്പിക്കണം. ആദ്യം ദാസപ്പൻ, ഇപ്പോ സഹദേവൻ. നീ ഇത് തുറന്നുകൂടാ. ഇത് അവസാനിപ്പിക്കാൻ ഒറ്റ മാർഗമുള്ളൂ പക്ഷേ ആ രാമഭദ്രനെ വകവയ്ക്കണം. അതിനെ വകവയ്ക്കാൻ മാത്രം എന്റെ അനിയനെ കൊന്ന പോലെ ഇപ്പോൾ തമിഴന് പറ്റിയ പോലെ ഇനി ഒരാൾക്ക് അനുഭവം അവനെ കൊന്ന് ഞാൻ ജയിലിൽ പോകാൻ പക്ഷേ ഭഗവാനെ നടക്കുന്നത് നല്ലത്. ഭഗവാനെ നടക്കുന്നത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവന് ഒരു താളമില്ല. നിരന്തരമായ പോരാട്ടമാണ് ജീവിതം. ഈ നരാധമന്റെ കിരാതവാഴ്ച അവസാനിപ്പിച്ചിട്ട് violent it is redesigned. രുക്മിയ, വാ. നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ മൂക്കിക്കെടുത്തിട്ട് എന്തായി? യൂണിഫോം തിരിച്ചു കിട്ടി. അവനെ കസ്റ്റഡിയില്ല. പിന്നെ ആ കുഞ്ഞു രുദ്രപ്പൻ അവർക്ക് വികാസങ്ങൾ മേലെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അവരെ ഹോസ്പിറ്റലിൽ കസ്റ്റഡി കഴിഞ്ഞാൽ അവരും എന്റെ കസ്റ്റഡിയില്ല. സകലവന് വേണമെങ്കിൽ ഇവിടെ കൊടുത്താൽ താമസിപ്പിച്ചോ ചികിത്സിപ്പിച്ചോ അവനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇനി അവനെ കൊണ്ട് യാതൊരു ഗുണമില്ല. നിന്റെ പ്രവൃത്തികൾ അതിൽ കിടക്കുന്നുണ്ട്. ഇത് എന്റെ വീടാണ്. നീ എന്റെ രണ്ട് മക്കളെ വിവാഹം കഴിച്ചെന്ന് വിചാരിച്ച് നീ എന്നെ ഭരിക്കാനൊന്നും പറയുന്നില്ല. ഞാൻ ഭരിക്കാൻ വന്നില്ല, കിടക്കാൻ വന്നില്ല. ഇത് കണ്ടോ, ഈ പേപ്പർ ഒപ്പിട്ടാൽ ഞാൻ ഇവിടെ പോയിക്കോളാം. നീ രണ്ട് മക്കളെ വിവാഹിച്ചത് എനിക്ക് ഈ സ്വത്തിന് അവകാശിയാണ്. ഈ സ്വത്ത് എന്റെ പേരിൽ തന്നാൽ പിന്നെ ഞാൻ നിൽക്കുന്നില്ല, പോയിക്കോളാം. പിന്നെ എങ്ങനെ ഞാനിപ്പോ സാധ്യമല്ല. നീ എന്ത് വിചാരിച്ചാ ഇത് കണ്ട തന്നെ ഈ
ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്നെ കൊണ്ട് എനിക്ക് ചെയ്യപ്പെട്ടതാണ് മോനെ. ഈ അച്ഛനോട് ക്ഷമിക്കണം. മോനെ, ഇത് എന്താണ് അത്? മാഷെ, ഇവന് ഞാൻ കൊല്ലായിരുന്നല്ലോ. ഞാൻ തന്നെ പോകില്ലല്ലോ. നീ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റെ ജീവിതം ചെയ്തിട്ടില്ലാന്നുള്ളതാണ്. എന്റെ ശിക്ഷയാണ്